ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെ ഇന്ന് ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ തിരുകൃപയ്ക്കായി ഞാൻ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന വൻ കൃപയ്ക്കായി വാഴ്ത്തുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ സ്തുതിക്കാം. കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന കർത്താവാണ്, വലിയ പ്രവൃത്തികളെ ചെയ്യുന്ന കർത്താവാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? വചനമല്ല, വചന ചിന്ത. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഇവിടെ മ്യൂട്ടായി പോയതാണ് സൗണ്ട്. പ്രാർത്ഥനയുടെ മറുപടി തക്ക സമയത്ത് വരും. ആമേൻ. നമ്മൾ ഇന്നലെ പ്രാർത്ഥനയുടെ മറുപടിയെ പറ്റി കേട്ടു അല്ലെ? പ്രാർത്ഥനയ്ക്ക് രണ്ട് തരത്തിലാണ് ദൈവത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. രണ്ട് തരത്തിലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. പ്രാർത്ഥനയുടെ മറുപടിയുടെ സമയം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കണം, രണ്ട് രീതിയിലാണ് ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത്. അത് നമ്മൾ ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് കേട്ട് ഞാൻ ഇന്നും ആ വാക്യത്തിൽ നിന്ന് തുടർച്ചയായിട്ട് പോകാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഇന്നലെ മുതൽ നമ്മൾ ലൂക്കോസ് ലീഹായുടെ മർക്കോസ് ലീഹായുടെ സുവിശേഷം കഴിഞ്ഞു. ലൂക്കോസ് ലീഹായുടെ അധ്യായത്തിലേക്ക് പോവുകയാണ്. ഇതിന്റെ അകത്തുനിന്നും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായിട്ടുള്ള വചനങ്ങളെ നമുക്ക് കേൾക്കാം. വചനത്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ കർത്താവിനാൽ ഇടയാക്കി തീരും. അപ്പോൾ ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ഇന്നലെ കേട്ട ആ വചനത്തിന്റെ ബാക്കി ഭാഗം എന്നപോലെയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവിടെ സ്നാപക യോഹന്നാന്റെ ജനനത്തെ പറ്റിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നാപക യോഹന്നാനെ പറ്റി നമുക്കറിയാം. ക്രിസ്തു യേശുവിനെ സ്നാനപ്പെടുത്തേണ്ടതിന് പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹം എന്ത് ചെയ്തു? ഭൂമിയിൽ വന്നു. ഇവിടെ നിങ്ങൾക്കറിയാം, അവിടെ ഇതിന്റെ 1-ാമത്തെ വാക്യം പോലെ ഞാൻ വായിക്കാം, അല്ലെങ്കിൽ 8-ാമത്തെ വാക്യം പോലെ വായിക്കാം. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വന്നു. പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വീണ്ടിരുന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷനായി. സെക്കരിയാവ് അവനെ കണ്ടു ഭ്രമിച്ചു ഭയപരവശനായി. ദൂതൻ സെക്കരിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്നു പേരിടണം. നിങ്ങൾ നോക്കിക്കോണം, കർത്താവിന്റെ അടുക്കൽ നിന്നും വന്ന ദൂതൻ അവിടെ സംസാരിക്കുന്ന ചില ഭാഗങ്ങളാണ്. ഇന്നലെ നിങ്ങൾ കേട്ടു, ഗബ്രിയേൽ ദൂതനാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഗബ്രിയേൽ ദൂതൻ വന്ന് സംസാരിക്കുന്ന ചില വചനഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞ കാലം മുതൽ സെക്കരിയാവും എലിസബത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു തലമുറ വേണം. പക്ഷെ നാളുകളായിട്ട് ആ പ്രാർത്ഥന കേട്ടില്ല, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നില്ല. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാതെ വർഷങ്ങൾ കടന്നുപോയി. അവര് വൃദ്ധനായി, വയസ്സായി. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നോക്കിക്കേ, പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിന്റെ ഭാര്യയായ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും എന്ന് അവന് യോഹന്നാൻ എന്ന് പേരിടണം. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ഈ വചനം നോക്കിയാൽ കാണാൻ പറ്റും, കർത്താവിന്റെ അരുളിപ്പാട് അവിടെ വെളിപ്പെടുകയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് രണ്ട് രീതിയിലാണ് മറുപടി. ഒന്ന്,
പെട്ടെന്ന് നടക്കുന്ന അത്ഭുതങ്ങളുണ്ട്. പെട്ടെന്ന് ദൈവപ്രവർത്തനം നടക്കും. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓടനടി അത്ഭുതം നടക്കും. ഓടനടി, അതിനാണ് ക്രിയേറ്റീവ് മിറക്കിൾ, ഇൻസ്റ്റന്റ് മിറക്കിൾ എന്നൊക്കെ പറയുന്നത്. ഓടനടി നടക്കും. എന്നാൽ ചില പ്രാർത്ഥനയുടെ മറുപടികൾ നടക്കത്തില്ല. ഉടനെ നമ്മൾ ചിന്തിക്കും, എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു തടസ്സമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളുടെ പുറകെ പോകുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്, ചില പ്രാർത്ഥനയുടെ മറുപടി ദൈവം എന്ത് ചെയ്യുന്നതാണ്, മാറ്റിവെക്കുന്നത്. നോക്കി, ഇവിടെ എലിസബത്തും സാറായും ഇവർ പ്രാർത്ഥിക്കുന്നവരാണ്. അദ്ദേഹം ഒരു പുരോഹിതനാണ്, പള്ളിയിൽ ശുശ്രൂഷിക്കുന്ന ആളാണ്. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാവോ? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഇപ്പോൾ ഒരു ദൂതൻ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വചനം പറയുന്നു, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ തന്റെ ജനത്തെ പലരിൽ നിന്നും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞോ മദ്യമോ കുടിക്കത്തില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്കും വഴങ്ങാത്തവരുടെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും കൊണ്ടുവരും. ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ശക്തികളടക്കും. നോക്കിയേ, എന്നിട്ട് പറയണം സെഖര്യാവ് ദൂതനോട്, നോക്കിയാണ് സെഖര്യാവ് ദൂതനോട്, ഞാൻ എന്തോന്നിനാൽ ഇതറിയും. എനിക്ക് വന്ന മലയാളത്തിൽ അച്ചടിച്ചപ്പോൾ വന്നേക്കുന്ന ഒരു, ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നാട്ടുഭാഷയൊക്കെ ആയിട്ട് സാമ്യം വരുമായിരിക്കും. എന്തിനാൽ, എൻ്റെ അർത്ഥം അദ്ദേഹം ചോദിക്കുക ഇങ്ങനെയാണ്, എന്ത് കാരണത്താൽ എനിക്കിത് അറിയാൻ പറ്റും? അതിന് അദ്ദേഹം പറയുകയാണ്, നോർമലി വിവാഹം കഴിച്ച സമയമാണെങ്കിൽ ഞങ്ങളിത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തേനെ. പക്ഷെ അതിന് മറുപടി പറയുകയാണ്, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു ഞാൻ, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക്. നോക്കിയ തക്ക സമയം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. തക്ക സമയത്ത് എന്നുള്ളത് രണ്ട് രീതിയിലാണ്. നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് തക്ക സമയത്ത് കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളൊരു ഡേറ്റ് വെച്ചേക്കുവാന്ന് വിചാരിച്ചു. ആ ഡേറ്റ് അല്ല ദൈവത്തിന്റെ ഡേറ്റ്. ഇവിടെ നിങ്ങൾ നോക്കിയ തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള, എൻ്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും നിരാശ വരുന്നുണ്ട്, അല്ലേ? നിങ്ങളൊരു വിഷയം പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ പറയാം, എൻ്റെ ബ്രദറെ, ഇതിനേക്കാളും പ്രാർത്ഥിക്കാത്ത ആൾക്കാർ ഒറ്റ പ്രാർത്ഥനയിൽ അവരുടെ വിഷയങ്ങൾ ഒറ്റയടിക്ക് അത്ഭുതം നടക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കറങ്ങി പ്രാർത്ഥിക്കുക. ഞാൻ പോകാത്ത സ്ഥലമില്ല, വിളിക്കാത്ത ബ്രദർമാരില്ല, വായിക്കാത്ത അധ്യായമില്ല, ഇരിക്കാത്ത ഉപവാസമില്ല. പക്ഷെ എൻ്റെ വിഷയത്തിന്റെ മേൽ ഒരത്ഭുതവും നടക്കുന്നില്ല, എൻ്റെ വിഷയത്തിന്റെ മേൽ ഒരു ചലനവും ഉണ്ടാകുന്നില്ല. ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്താവിനെ വിളിക്കുന്നില്ല, ഞാൻ എല്ലാ പരിപാടിയും നിർത്താൻ വേണ്ടി പോകും. നിങ്ങളൊരു കാര്യം ഓർത്തോണം, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു വിഷയമായിട്ട് വരുമ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ പിതാവ് അറിയുന്നു. അപ്പൊ പിതാവിനിത് അറിയാം. പിതാവിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, രണ്ട് രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം, പലതരത്തിൽ അത്ഭുതങ്ങൾ യേശുക്രിസ്തു ചെയ്തിട്ടുണ്ട്. ഒന്ന്, കർത്താവ് തിമായുടെ മകനായ ബർത്തിമായോട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? ഉടനെ തിമായുടെ മകനായ ബർത്തിമായ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഉടനെ യേശു പറഞ്ഞു, എന്നാൽ നീ ഇപ്പൊ തന്നെ നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ മറ്റൊരിടത്ത് ഒരു കുരുടനായ മനുഷ്യന്റെ അടുക്കിലേക്ക് കർത്താവ് ചെന്നിട്ട് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ തൂത്തു ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. നോക്കിക്കേ, എന്തൊരു പാടല്ലേ. ഞാൻ ചിന്തിക്കുക, കർത്താവെ, തിമായുടെ മകനും ബർത്തിമായും ഈ മനുഷ്യനും ഒരേ കാഴ്ചയില്ലാത്തവരല്ലേ? ഈ കുരുടനായ വ്യക്തികൾക്ക് വേണ്ടി കർത്താവെ അങ്ങേക്ക് ഒറ്റയടിക്ക് അത്ഭുതം ചെയ്യാൻ മേലെ എന്ന് ചോദിച്ചാൽ തമ്പുരാൻ പറയും, ചിലതിനൊരു സമയമുണ്ട്. നോക്കിക്കേ, ഇത് രണ്ടും നിങ്ങൾ നോക്കിയാൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ധൈര്യപ്പെടണം. എൻ്റെ വിഷയം പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അത് തക്ക സമയത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ബലപ്പെടണം, നിരാശപ്പെടരുത്. ഓർത്തോണം, ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞത് നമ്മളത് കേട്ടായിരുന്നല്ലേ? ആ സഹോദരി അദ്ദേഹം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ ഇടപെടുവാൻ ഇടയാത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നല്ലേ? ആ സഹോദരി നോക്കിയിട്ട് പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഒരു യാത്രയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാണ്, പാസ്പോർട്ട് എന്തൊക്കെ കർത്താവ് വെളിപ്പെടുത്തി, ഒരുങ്ങിക്കോളാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു യാത്ര ഒരുക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ആ സഹോദരി ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പാസ്പോർട്ടിന്റെ ഡേറ്റ് കഴിഞ്ഞു പോയായിരുന്നു, ഓടിപ്പോയി അതൊക്കെ പുതുക്കി ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. എങ്ങോട്ടാ യാത്ര എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോഴാണ് 6-7 വർഷമായിട്ട് തലമുറയില്ലാതെ തൻ്റെ മകള് ഭാരപ്പെടുമായിരുന്നു, മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം കർത്താവ് എന്ത് ചെയ്തു? ആ മകൾക്ക് വേണ്ടി ഉദരം തുറന്നു.
7 വർഷം മറ്റാണ് എനിക്ക് തോന്നുന്നത്. ഉദരം തുറന്ന് കർത്താവ് തലമുറയെ കൊടുത്തു. ആ തലമുറയുടെ അടുക്കിലേക്ക് പോകാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ആ സഹോദരി, സാക്ഷ്യം പറഞ്ഞ സഹോദരി ഇന്ന് സൂമിലുണ്ടോ അതോ യാത്ര പോയെന്ന് എനിക്കറിയത്തില്ല. അന്ന് പോകുമെന്ന് പറഞ്ഞായിരുന്നു. എത്ര പേര് ആ സാക്ഷ്യം കേട്ടായിരുന്നു? ഞങ്ങള് കേട്ടു. കേട്ടായിരുന്നു. ഞങ്ങൾ കേട്ടു. ആമേൻ. അപ്പൊ നോക്കിക്കേ, ഈ 5-6 വർഷമായിട്ട് എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല? ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു ബ്രദർ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, പാസ്പോർട്ട് എടുത്തു വെച്ചു, വലിയൊരു യാത്ര വരാൻ വേണ്ടി പോകണം. സഹോദരി ഓർത്ത്, ഏത് യാത്ര, എന്ത് യാത്ര? പക്ഷേ അത് ശ്രദ്ധിച്ചോണം, അവിടെ ഒന്നും നോക്കാതെ ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. അവിടെ എന്ത് സംഭവിച്ചെന്ന് അറിയാവോ? ആ ദിവസങ്ങളിൽ മകൾ കൺസീവായി. ഇന്ന് ആ മകളുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടിയാണ് കർത്താവ് ആ യാത്രയ്ക്കൊരുങ്ങുക എന്ന് പറഞ്ഞത്. അപ്പൊ അവർ ചിന്തിച്ച് ഏത് യാത്ര അറിയത്തില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന് എല്ലാത്തിൻ്റെ അകത്തും വലിയ വലിയ പ്ലാൻ ഉണ്ട്. ഇവിടെ ഞാൻ ഉദാഹരണം പറയാം. ഈ യോഹന്നാൻ, ഇപ്പൊ ഇവരുടെ പ്രാർത്ഥന, ഇപ്പം സെക്കരിയാവും എലിസബത്തും കല്യാണം കഴിച്ച് 19-ാമത്തെ വയസ്സിൽ അവർ വിരുന്നിന് പോയി. 20-ാമത്തെ വയസ്സിൽ അവരിങ്ങനെ അവിടെയൊക്കെ പോയി. 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം ശുശ്രൂഷനായെന്നിരിക്കട്ടെ, അദ്ദേഹം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർക്കുള്ളിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് സ്നാപക യോഹന്നാൻ വെളിപ്പെട്ടെന്നിരിക്കട്ടെ. എന്നാ സംഭവിക്കുന്നറിയാവോ? സ്നാപക യോഹന്നാൻ ആ സമയത്ത് ജനിച്ചാൽ ഒരു ഗുണവുമില്ല. കാര്യം സ്നാപക യോഹന്നാൻ ജനിക്കുന്നത് യേശുവിനെ സ്നാനപ്പെടുത്താൻ വേണ്ടിയാ. യേശു ക്രിസ്തുവിന്റെ മുമ്പ് വഴി ഒരുക്കേണ്ട ആളാണ് യോഹന്നാൻ, സ്നാപക യോഹന്നാൻ. അപ്പൊ തക്ക സമയം എന്നുള്ളത് ദൈവത്തിന് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഓരോ പദ്ധതികളുണ്ട്. അപ്പൊ പ്രാർത്ഥനയിൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു വെല്ലുവിളി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മൾ എറണാകുളത്തും കോട്ടയത്തും ഒക്കെ എനിക്ക് തോന്നുന്നു വലിയ ആൾക്കൂട്ടത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് കർത്താവിന്റെ സുവിശേഷം കേട്ടു, അല്ലെ? വലിയ ആൾക്കൂട്ടത്തിന് നടുവിരുന്നുകൊണ്ട്, പ്രത്യേകിച്ച് കോട്ടയം പട്ടണത്തിലും എറണാകുളത്തും കൊല്ലത്തും ഒക്കെ തൃശ്ശൂരും ഒക്കെ തൃശ്ശൂരൊക്കെ ഇടയില്ലാതെ വണ്ണം ആൾക്കാർ നിൽക്കേണ്ടി വന്നു. 50ഓളം ആളുകൾ നിന്നു എന്നാണ് അവർ പറഞ്ഞത്, ചർച്ചക്കാർ പറഞ്ഞത്. 50ഓളം ആളുകൾ ഇരിക്കാൻ സീറ്റ് ഇല്ലാതെ വണ്ണം അവർ നിൽക്കുമായിരുന്നു. പിന്നെയുള്ള ആൾക്കാർ വരണ്ടെന്ന് പറഞ്ഞു. 8:30-ക്ക് ശേഷം വരണ്ട, കാര്യം വെച്ചാൽ ഇവിടെ സീറ്റ് ഇല്ല എന്ന് പറയാൻ തൊക്കെ ഇടയായി തീർന്നു എന്ന് പറഞ്ഞു. അപ്പം കോട്ടയത്ത് വെക്കുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, കർത്താവേ, ഈ 2016-ലും 2015-ലും ഒക്കെ 2 പേരെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഒന്ന് വരണേ, 3 പേരെങ്കിലും ഒരാളെങ്കിലും കർത്താവായ യേശുവേ പ്രാർത്ഥനയ്ക്ക് വരണേ എന്ന് പറഞ്ഞു. നീണ്ട നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ഒരു മനുഷ്യനും വന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. നീണ്ട നാളുകൾ ഇതേ വചനം തന്നെ അന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി യൂട്യൂബിൽ. പഴയ കാലം മുതലേ 8, 9, 10 വർഷം മുമ്പുള്ള വചനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഇതേ വചനങ്ങൾ തന്നെ, വാക്യങ്ങൾ തന്നെ, വെളിപ്പാടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ എന്തുകൊണ്ട് കർത്താവേ അങ്ങ് അന്ന് ഇതേപോലെ എന്തുകൊണ്ട് ആളുകളെ കൂട്ടി വരുത്തിയില്ല? സ്തോത്രം. അപ്പൊ കർത്താവ് പറയും, നിന്റെ സമയമല്ല, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന കർത്താവ്. എന്തുകൊണ്ട് നമ്മൾ ആരും ഇന്നലകളിൽ കണ്ടുമുട്ടിയില്ല? എന്തുകൊണ്ടാണ് കർത്താവിന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ഈ കൂടി വരുന്നത് പോലെ ഒരു സമയത്ത് കൂടി വരാൻ കഴിയാഞ്ഞത്? ദൈവത്തിന് എല്ലാത്തിൻ്റെ അകത്തൊരു പദ്ധതി ഉണ്ട്. അതാണ് നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ തിരിച്ചറിയേണ്ടത്. അപ്പൊ ഓർത്തോണം, ഒരു വിഷയം പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ഒന്നും മിണ്ടുന്നില്ലെന്ന് വിചാരിച്ചു. എന്തൊരു മടുപ്പല്ലേ കർത്താവേ, ഞാൻ ഇത്രയും കടന്ന് പ്രാർത്ഥിച്ചു, എന്റെ കണ്ണുനീര് മൊത്തം കരഞ്ഞൊന്നും ആരും പ്രാർത്ഥിക്കണ്ട, ഇനിയിപ്പോ കരച്ചിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല, ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തുതിക്കുക. പക്ഷെ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല. ബലം പിടിച്ചു നിൽക്കുന്ന പോലെ തോന്നുക. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ലോകത്തുള്ള സകലർക്കും മറുപടി കിട്ടിയിട്ടും എൻ്റെ വിഷയത്തിൻ്റെ അകത്ത് കർത്താവെ അങ്ങ് പ്രവർത്തിക്കാത്തത് എന്തെന്ന് ചോദിച്ചാൽ കർത്താവിനൊരു മറുപടി ഉണ്ട്. സ്നാപക യോഹന്നാൻ നേരത്തെ വന്നാൽ പ്രയോജനമില്ല. യേശു ജനിക്കണം. യേശുവിന് മുൻപ്, ചില വർഷങ്ങൾക്ക് മുമ്പ് അവൻ ജനിച്ചെങ്കിൽ മാത്രമേ യേശുവിനെ യോർദാനിൽ സ്നാനപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. കണ്ടോ? അപ്പൊ ചില പദ്ധതികൾ ദൈവം വെച്ചിരിക്കുന്നത്, ദൈവത്തിന് ചില പദ്ധതികളും സമയങ്ങളും ഉണ്ട്. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ആൾ ആദ്യം മനസ്സിലാകണം, ദൈവം ഒരു വചനം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ ആ വചനപ്രകാരം പ്രാർത്ഥിച്ചിട്ട് അത് നടക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആ വചനത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടത്, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ആ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ രോഗസൗഖ്യം കാണുന്ന സമയത്ത് നിങ്ങൾ പറയൂ, ബ്രദറെ, എൻ്റെ അതേ വിഷയമുള്ള ഒരാൾ, ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും, എറണാകുളത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിത് പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാനിപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് വന്നുകൊണ്ടങ്ങ് പറയുക.
ചിലപ്പോൾ ചിലർ പറയും, ബ്രദറെ ഒത്തിരി പ്രാവശ്യം ബ്രദർ റിപ്പീറ്റ് ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ ഒന്ന് കേട്ടോണം. ഈ ഒരു ചില വചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതങ്ങ് പറഞ്ഞു പോകുന്നതാ. അപ്പൊ അവിടെ ഒരു കൊച്ചു വന്ന് എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാൻ ഇന്നേ വരെ ഓടിയിട്ടില്ല, ചാടിയിട്ടില്ല, കളിച്ചിട്ടില്ല, ഫുട്ബോൾ കളിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുക, 8ൽ പഠിക്കുക പയ്യൻ, അവൻ പറഞ്ഞു ആദ്യമായിട്ട് ഫുട്ബോൾ കളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഓർത്ത് അമ്മ ഇവനെ കളിക്കാൻ വിടാത്തായിരിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞത് അവൻ ആസ്മയുടെ ബുദ്ധിമുട്ടായിരുന്നു, ജനിച്ചപ്പോൾ മുതൽ അവൻ കളിച്ചിട്ടില്ല. എന്നാലോചിച്ച് നോക്കി, ഫ്രണ്ട്സ് എല്ലാം കളിക്കുമ്പം അവൻ എന്ത് ചെയ്യുന്നില്ല, അവൻ കളിക്കുന്നില്ല. ഫ്രണ്ട്സ് എല്ലാവരും അവൻ്റെ അടുക്കലേക്ക് വരും, പക്ഷെ ഇവന് പോകാൻ കഴിയത്തില്ല. ഇവൻ ആസ്മ കൂടി ചിലപ്പോൾ അവൻ ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയും മോനും കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നത്. പക്ഷെ കർത്താവ് അവനെ സൗഖ്യമാക്കി, അവന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു. അവൻ പറയുന്നു ഇപ്പൊ കിതയ്ക്കാറില്ല, ബുദ്ധിമുട്ടാറില്ല, പൂർണ്ണ സൗഖ്യം അവന് ലഭിച്ചു. എന്നാൽ അതിന്റെ തൊട്ടടുത്ത് നിന്ന 56 വയസ്സുള്ള അച്ചായൻ എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്കും സെയിം അസുഖമാണ്, പക്ഷേ എനിക്കൊരു മാറ്റവും കണ്ടില്ല. അപ്പൊ ഞാൻ ഓർത്തിന് ഈ സഹോദരൻ ഇനി കുറ്റപ്പെടുത്താൻ വേണ്ടി വല്ല ആണോ ഇത് പറയുന്നത്. എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്കും ഈ മോന്റെ പോലെ തന്നെ ഞാൻ ഇവന്റെ സാക്ഷ്യം കണ്ടു, ഇവന്റെ കേട്ടു, ഇവന്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലല്ലേ, എറണാകുളത്ത് ആദ്യത്തെ പ്രാർത്ഥന 2016 കാര്യം ഞാൻ ഈ പറയുന്നത്. ഉടനെ ഈ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദറെ എങ്കിലും ഇന്ന് ഞാൻ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു, ഈ മകൻ സൗഖ്യമായപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു, ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു, പക്ഷെ എന്റെ സൗഖ്യം നടന്നില്ല. പക്ഷെ പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, എങ്കിലും ബ്രദറെ ഈ സാക്ഷ്യത്തെ ഞാൻ പിടിച്ചു കയറും, എനിക്കും സൗഖ്യം കിട്ടും, കാരണം ഇത് എന്റെ മുമ്പിൽ ഒരു സാക്ഷ്യമാണ്. കണ്ടോ? അപ്പൊ എന്തുകൊണ്ട് അച്ചായൻ ആ സമയത്ത് സൗഖ്യം കിട്ടിയില്ല? അതിന്റെ അർത്ഥം യേശുവിന് ആ സഹോദരനെ സൗഖ്യമാക്കാൻ ഇഷ്ടമല്ലെന്നല്ല, ഉറപ്പിച്ചു. ഒരു കർത്താവിന്റെ വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തക്ക സമയത്ത് അത്ഭുതം നടന്നിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, പ്രാർത്ഥിക്കുമ്പോൾ പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ദൈവത്തിന്റെ സമയം വെച്ച് പ്രാർത്ഥിക്കരുത്. അതിൻ്റെ അകത്തൊരു ഞാൻ കാര്യം പറയാം. ചിലർ പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എപ്പോഴേലും അങ്ങനെ പറഞ്ഞു പഠിക്കരുത്. എപ്പോൾ പ്രാർത്ഥിച്ചാലും എപ്പോൾ വിശ്വസിച്ചാലും ഇന്നത് നടന്നില്ലെങ്കിലും ഇന്ന് തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടേ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. വിശ്വാസം ഉപയോഗിക്കുമ്പം നാളത്തേക്ക് വേണ്ടി ഉള്ളതല്ല വിശ്വാസം. വിശ്വാസം എപ്പോഴും ഇന്നത്തേക്ക് വേണ്ടിയുള്ളതാണ്. പ്രത്യാശയാണ് നാളത്തേക്ക് വേണ്ടിയുള്ളത്. ഉദാഹരണം പറയാം, ഞാനിപ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവേ ഈ വ്യക്തിക്ക് എന്നേലും ഒരു സൗഖ്യം, നിന്റെ സമയം പോലെ കർത്താവേ തക്ക സമയത്ത് നീ അവനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. ഏത് വിഷയമായിക്കോട്ടെ, ഫെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ, വിശ്വാസം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ടുള്ളതിന് വേണ്ടിയാണ് ഫെയ്ത്ത്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. യേശു പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ ഇതെല്ലാം ഫെയ്ത്ത് എപ്പോഴും പ്രസന്റ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, പക്ഷെ ബ്രദറെ എന്റെ കൺമുമ്പേ ഒന്നും നടന്നില്ല ബ്രദറെ എന്ന് പറയരുത്. യേശു പറഞ്ഞു വിശ്വസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അതുണ്ടായി വരും. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കിട്ടാൻ വേണ്ടി നിൽക്കും, അവനെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, അവന് സംഭവിച്ചു കഴിഞ്ഞു, എന്റെ മറുപടി വന്നിരിക്കുന്നു. പക്ഷെ ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ അത് കാണാൻ വേണ്ടി പോവാ, അതെന്റെ കൺമുമ്പിൽ വെളിപ്പെട്ട് വരാൻ വേണ്ടി പോവാ. പക്ഷെ സംഭവം എനിക്ക് കിട്ടിയിരിക്കുന്നു. അതിന്റെ റെസിപ്റ്റ് ആണ് എന്റെ വചനം. ദൈവവചനം അതിന്റെ റെസിപ്റ്റ് ആണ്. ഫെയ്ത്ത് ആണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. വിശ്വാസമാണ് എന്റെ റെസിപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യം ഞാൻ പണ്ട് പറഞ്ഞിട്ട്, ഒരു കൊറിയർ അയച്ചു കഴിയുമ്പം ആ കൊറിയർ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ കൊറിയർ ചെയ്ത കമ്പനിക്കാർ നമുക്ക് പൈസ അടച്ചു കഴിയുമ്പോഴേക്ക് ആ പാഴ്സൽ ഞങ്ങൾ റിസീവ് ചെയ്തു, ഇന്ന ഡേറ്റിൽ സാധനം എത്തിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ട്രാക്കിംഗ് കോഡും ഒരു റെസിപ്റ്റും തരും. ഇതും പിടിച്ചോണ്ട് നമ്മൾ വീട്ടിൽ വരുമ്പോഴേക്കും ഭാര്യയോ മക്കളോ പിള്ളേരോ നാട്ടുകാരോ ആരും ചോദിക്കും സംഭവം അവിടെ ചെല്ലുമോ? നിങ്ങൾ ഉടനെ എന്ത് ചെയ്യും? ആ റെസിപ്റ്റും ട്രാക്കിംഗ് കോഡും ഉയർത്തിപ്പിടിച്ചിട്ട് പറയും സംഭവം അവിടെ എത്തും. എന്നാ ഉറപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെസിപ്റ്റ്. ഇതാണ് ഫെയ്ത്ത്. ഇപ്പൊ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുന്നതിന്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടക്കേടുണ്ടായിട്ടൊന്നും അല്ല. ദൈവം ചില കാര്യങ്ങൾ നേരെയാകണം, എല്ലാം ഒത്തുവരാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥനയുടെ നമ്മൾ ഇന്നലെ അതിന്റെ ഒരു ഭാഗം കേട്ടായിരുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ വാക്ക് നീ വിശ്വസിക്കാത്തത് കൊണ്ട്, നോക്കിയേ, എൻ്റെ വാക്ക് നീ വിശ്വസിക്കാത്തത് കൊണ്ട് അത് സംഭവിക്കുന്നത് വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും. ഉത്തരം പറഞ്ഞു. എൻ്റെ അർത്ഥം, എങ്ങാനും ഈ സെക്കരിയാവ് നീ സംസാരിക്കാൻ തുടങ്ങിയാൽ മുഴുവൻ കുറ്റമായിരിക്കും. അതുകൊണ്ട് നീ സംസാരിക്കണം കുറച്ചു നേരത്തേക്ക്, ഇത് കാണുന്നത് വരെ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു.
ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാണ് ഈ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ദൈവത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു വരുന്ന വാക്കിന്റെ പ്രത്യേകത, തക്ക സമയത്ത് നിവർത്തി വരും. അപ്പൊ ഇത്രയും നാൾ ഇവര് പ്രാർത്ഥിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചോദ്യം വന്നാൽ ഒറ്റ മറുപടിയുള്ളൂ: ദൈവം വാക്ക് മാറിയിട്ടില്ല, ദൈവം മറന്നു പോയിട്ടില്ല, ദൈവം പറ്റിച്ചിട്ടില്ല. പകരം പ്രാർത്ഥിച്ച വിഷയം നിങ്ങളുടെ സമയത്തിന്റെ അകത്ത് കയറിപ്പോയി. ഏതോ ഒരു സമയത്തിന്റെ അകത്ത് ഇപ്പോഴും എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഇരിപ്പുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം ഏതോ ഒരു സമയത്തിന്റെ അകത്ത് ഇരിപ്പുണ്ടെന്ന് പറ. ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയം വിഷയം ഏതോ ഏതോ ഒരു സമയത്തിനകത്ത് ഇരിപ്പുണ്ട്. ആമേൻ. ഇനിയിപ്പോ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ ഇത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരിപാടിയല്ലേ? കാരണം വെച്ചാൽ ഞങ്ങൾ കാര്യം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നു, പക്ഷെ ഇത് ദൈവത്തിന്റെ സമയത്തിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അവിടെയാണ് ഞാൻ പറഞ്ഞത്, കൃപാവരങ്ങളിൽ ശക്തിപ്പെടണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി എന്തായി തീർന്നു എന്നറിയുവാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം, അതിനെ ഞാൻ കൃപാവരവുമായിട്ട് കണക്ട് ചെയ്യാൻ കാരണം, ബൈബിളിൽ ഇങ്ങനെയാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ പദ്ധതികളെ മുൻകൂട്ടി അറിയുന്ന പുസ്തകമാണ് ബൈബിൾ. ഇവിടെ നിങ്ങൾ ബൈബിൾ നോക്കിയാൽ മതി. ഈ പല പ്രവചനങ്ങളിൽ പോലും, പല പ്രവാചക പുസ്തകങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ മതി, യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഏകദേശ കണക്കുകളാണ്. ഞാൻ പറഞ്ഞ കണക്കുകൾ തെറ്റ് വന്നേക്കാം, ഏകദേശ കണക്കുകളാണ്. കർത്താവിന് ജനിക്കുന്നതിന് മുമ്പ് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചു, സ്ത്രീ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. നോക്കിക്കേ, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്നുള്ള പേര് ഇടും, അവൻ ആധിപത്യം അവന്റെ തോളിലുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ യെശയ്യാവ് പറയുക. അപ്പൊ യെശയ്യാവിനോട് ചോദിക്കുകയാണ്, യെശയ്യാവേ, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന് ആ ഡേറ്റ് പറഞ്ഞിട്ടില്ല, ആ കാലഘട്ടത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് പിന്നെ പറയുന്നു, അടയാളങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൃപാവരങ്ങളിൽ ശക്തിപ്പെടുന്ന ഒരു വ്യക്തി, ആ പരിശുദ്ധാത്മാവുമായിട്ട് കണക്ഷൻ വരുന്ന ഒരു വ്യക്തി, അവർക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളെ അറിയുവാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, യെശയ്യാവിന്റെ എഴുത്ത് നോക്കിക്കഴിഞ്ഞാൽ, യെശയ്യാവ് എഴുതിയേക്കുന്ന പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, അതിൻ്റെ അകത്ത് ടെൻസുകൾ ഉപയോഗിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന മലയാളത്തിലാണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും ടെൻസുകളുണ്ട്, അല്ലെ? കാലങ്ങളുണ്ട്. ഇപ്പം ഭൂതകാലം, ഭാവി കാലം, എന്താ പറയുന്നത്, നമ്മളിപ്പോൾ വർത്തമാനകാലം, ഇങ്ങനെ 3 കാലങ്ങളുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ ഒരിക്കലും, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കടയിൽ പോകുക എന്ന് പറയുക, കടയിൽ പോകുവാണ്, നാളെ ഞാൻ രാവിലെ കടയിൽ പോയിട്ട് എനിക്കൊരു ബൈബിള് മേടിച്ചിട്ടില്ല, മേടിക്കണം. ഇതൊരു പ്ലാനാണ്, നിങ്ങളൊരു പ്ലാനാ. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്കൂളിൽ പഠിച്ചേക്കുന്നത് പോലെ തന്നെ കാലങ്ങളിലാണ് നമ്മൾ ഈ പറഞ്ഞ ഗ്രാമറുകളൊക്കെ ചിട്ടപ്പെടുത്തിയേക്കുന്നത്, അല്ലേ? അതായത് ആ വ്യക്തി കടയിൽ പോയിട്ടില്ല, നാളെയുള്ളൂ പോകത്തുള്ളൂ. അപ്പൊ പോയിട്ടില്ലാത്തത് കൊണ്ട് പോകും എന്നൊരു പദം അവിടെ വന്നു. എന്നാൽ യെശയ്യാവ് എഴുതുന്ന സ്ഥലത്ത് മൊത്തം നോക്കിയാൽ മതി, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് യെശയ്യാവ് 53 വരുമ്പോൾ പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അടിപ്പിടരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം എങ്ങനെയാണ് അദ്ദേഹത്തിന് എഴുതാൻ പറ്റുന്നത്? യേശു ക്രിസ്തു അടിയേറ്റിട്ടില്ല, മുറിവേറ്റിട്ടില്ല, യേശു ജനിച്ചിട്ടില്ല. പക്ഷെ അവിടെ മുഴുവൻ നോക്കിയാൽ അവിടെ ഗ്രാമറുകൾ മൊത്തം മിസ്റ്റേക്കാ. ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു അന്നത്തെ കാലത്ത് ഗ്രാമർ ഇല്ലായിരുന്നൊക്കെ പറയുന്നു. ഗ്രാമർ ഇല്ലാഞ്ഞിട്ടല്ല, ഇവർ ഈ വിഷൻ കാണുക. യെശയ്യാവ് കണ്ണടച്ചാൽ നമ്മൾ കാണുന്നത് ആന കുത്താൻ വരുന്നതും, എന്താ പറയുന്നത്, വീടിൻ്റെ അകത്തോട്ട് വലിയ ആകാശം ഇടിഞ്ഞു വീഴുന്നതും കുടുംബം തകരുന്നതും പ്രേതങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ, യെശയ്യാവ് കണ്ണടച്ചാൽ കാണുന്നത് മൊത്തവും വെളിപ്പാടുകളാണ്. AD 30 നടക്കാൻ പോകുന്ന യേശുവിന്റെ ക്രൂശീകരണവും യേശു അടിയേൽക്കുന്നതും യേശു മുറിവേൽക്കുന്നതും യെശയ്യാവ് വെളിപ്പാടിൽ ദർശനത്തിൽ കാണുമ്പോൾ അദ്ദേഹം എഴുതപ്പെട്ട പേന ചലിച്ചപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചു, യേശു മുറിവേറ്റു. കാര്യം ഇദ്ദേഹം കണ്ടു. നടക്കാൻ പോകുന്ന കാര്യമാണെങ്കിൽ യെശയ്യാവ് എഴുതി വെച്ചാനെ, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വരുവായിരിക്കും, യേശു മുറിവേൽക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുവായിരിക്കും. ഇങ്ങനെ എഴുതാതെ യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവർക്ക് കാലങ്ങളെ ഭേദിച്ച് യാത്ര ചെയ്യാൻ പറ്റും. അതായത് 700 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന ക്രൂശിനെ ഇവർക്ക് കാണാൻ പറ്റി. ഇതേപോലെയാണ് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എവിടെയാ നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ ഹൈ ലെവലാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ സഹായം ഉണ്ടെങ്കിൽ ഏത് ലെവലും നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും.
നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇരിക്കുന്നത് മറുപടി ഇല്ലാത്തൊരു ലോകത്തല്ല. ഭാവി കാലത്തെയും ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും കാണാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ പൈതങ്ങളായിട്ട് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ ആ ഉദാഹരണം പറഞ്ഞത്. ഞാൻ ഒന്നും കൂടെ ആ ഉദാഹരണത്തിലേക്ക് വരാം. ഇതൊക്കെ നിങ്ങളിലേക്കുള്ള പകർച്ചയ്ക്ക് വേണ്ടി ഞാനീ പറഞ്ഞത്. വെറുതെ കൈയടിച്ച് പാട്ട് പാടുന്ന വിശ്വാസിയാകാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരരുതേ. ലോകത്തെ പിടിക്കുന്ന ദൈവത്തിന്റെ തലമുറകളാണ് നിങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ നാവാണ് നിങ്ങൾ, അഗ്നി നാവാണ്, ദൈവത്തിന്റെ കണ്ണുകളാണ് നിങ്ങൾ, യേശുവിന്റെ പകരക്കാരാണ് നിങ്ങൾ എന്ന തിരിച്ചറിവിൽ വേണം ജീവിക്കാൻ. ഞാനിപ്പോൾ ഉദാഹരണം പറയാം, പെട്ടെന്ന് ആ സാക്ഷ്യം പറയാം. ഇപ്പം ആ സഹോദരിയെ നോക്കിക്കൊണ്ട് 2-3 സാക്ഷ്യം നമ്മൾ കേട്ടെങ്കിലും ഓർമ്മ വരുന്ന സാക്ഷ്യം ഞാനങ്ങ് പറയുവാണേ. ആ സഹോദരി പറയുകയാണ്, ഇപ്പൊ പരിശുദ്ധാത്മാവ് ഒരു പാസ്പോർട്ടും പേരും വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, സഹോദരി ആ പാസ്പോർട്ടെ സീല് വീഴാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. അപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിങ്ങനെ കണ്ടു, ചില വിമർശകന്മാര്, ഞാനത് നോക്കാറില്ല, ഈ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഈ വേസ്റ്റ് ആയിട്ട് ഫുഡ് കളയുന്നു പറയുന്ന പോലെ തന്നെ ഈ വേസ്റ്റ് ആയിട്ടുള്ള ടോക്കുകളാണ് ഈ വിമർശനങ്ങൾ. അപ്പൊ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കാണുകയായിരുന്നു. അപ്പോൾ ഒരാൾ ഇങ്ങനെ പറയുവാണ്, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പുകളാണ്, അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഇവിടുന്നൊക്കെയോ കുറേ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോരോ ബ്രദർമാരിരുന്ന് വിളിച്ചു കൂകുന്നതാണ് പ്രവചനങ്ങൾ എന്നൊക്കെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവർക്കത് കിട്ടാത്തതുകൊണ്ട് ദൈവത്തിന് ചിലർക്കത് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാനത് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പൊ ആ സഹോദരിയെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് എങ്ങനെ, ഞാൻ ഓർക്കുന്നില്ല, ദൈവാത്മ വെളിപ്പെടുത്തി എങ്ങനെ. സിസ്റ്റർ ഇന്ന് പ്രാർത്ഥനയിലുണ്ടോ? അന്ന് വെളിപ്പെട്ട ആള് ഇന്ന് പ്രാർത്ഥനയിലുണ്ടോ? അതോ നാട്ടിൽ പോവാന്ന് പറഞ്ഞായിരുന്നു? കേൾക്കുന്നുണ്ടോ ആള്? ഇന്ന് സൂമിൽ പങ്കുചേരുന്നുണ്ടോ ആള്? പങ്കുചേരുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചേക്കണം. ഞാൻ മ്യൂട്ട് മാറ്റുന്നുണ്ട്. ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു അന്ന് സഹോദരി പോവാന്ന് പറഞ്ഞായിരുന്നു, അറിയത്തില്ല. എങ്കിലും യൂട്യൂബിൽ കിടപ്പുണ്ട്. എനിക്ക് വന്ന വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയാണെന്നാണ് എനിക്ക് വിശ്വാസം. അപ്പൊ ആ പ്രാർത്ഥനയില് ആ സഹോദരി പറയുന്നുണ്ട്, കർത്താവ് സഹോദരിയുടെ പേരോ പാസ്പോർട്ടോ എന്തോ കാര്യം വെളിപ്പെടുത്തി. അത് വെളിപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞു, അതില് സീല് വീഴാൻ വേണ്ടി പോവാണ്. ഒരു യാത്ര കർത്താവ് കാണിക്കുന്നു. അപ്പൊ ഓർത്തോണേ, ഇവര് യാത്ര പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. മകള് വിദേശത്താണ്, പക്ഷെ വിദേശത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല, മിഡിൽ ഈസ്റ്റിലെ അതൊരു കൺട്രിയില്ല. പക്ഷേ ദൈവാത്മാവ് അത് വെളിപ്പെടുത്തുവാണ്. ആ പാസ്പോർട്ടിൽ എന്തിനാ സീല് വീഴുന്നത്? പാസ്പോർട്ടിൽ സീല് വീഴുന്നത് എന്തിനാന്ന് വെച്ചാൽ യാത്രയ്ക്ക് വേണ്ടി. എന്താ യാത്ര? 7 വർഷമായിട്ട് മറുപടി ഇല്ലാത്ത തലമുറ പ്രഗ്നന്റ് ആകാൻ വേണ്ടി പോവാ. ഇപ്പൊ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എന്ത് വേണം? കൂടെ ആള് വേണം. അതിനുവേണ്ടി ദൈവം മുന്നമ്മേ വെളിപ്പെടുത്തുവാണ്, റെഡിയാക്കിക്കോ, അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പോവാ. അപ്പൊ കണ്ടോ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റി? നമ്മുടെ പ്രാർത്ഥന എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണാൻ പറ്റിയില്ലേ? ഞാനിപ്പോ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ സാക്ഷ്യത്തോട് കണക്ട് ചെയ്യുക. നമ്മളിങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ, മറുപടികൾ എവിടെയാണത് കയറിപ്പോയിരിക്കുന്നത്, ഏത് സമയത്തിലാണത് നിൽക്കുന്നത്, നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ലൊക്കേറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുക. അപ്പൊ നമുക്ക് എന്തിനാ ഇത് സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭാരങ്ങൾ. ഇപ്പം സെക്കരിയാവും എലിസബത്ത് ഓർത്തുകൊണ്ടിരുന്നത് മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം സാറാമിച്ച് അല്ലെങ്കിൽ എലിസബത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കാണും, ആ കാലത്തിൽ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു കാണും, കുഴപ്പം ആർക്കാ? സെക്കരിയാവിനാണ്. അല്ലെങ്കിൽ കുഴപ്പം ആർക്കാ? എലിസബത്തിനാണ്. അങ്ങനെ നീണ്ട കാലഘട്ടം ഇവര് കുഴപ്പം മാറ്റാൻ വേണ്ടി ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാൻ ചിന്തിക്കുവാണ്, സെക്കരിയാവിന്റെ വാക്ക് നമുക്ക് കാണാൻ പറ്റും, ഞാൻ ഇത് എന്തോന്നിനാൽ ഇത് അറിയും. അതിന്റെ അർത്ഥം ഗുളിക നിർത്തി, ട്രീറ്റ്മെന്റ് നിർത്തി, എല്ലാ പരിപാടിയും നിർത്തി. അവസാനം നിരാശയുടെ പടുവക്കിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുകയാണ്, ദേ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗുളിക നിർത്തിയപ്പോഴാണോ? എല്ലാ പ്രതീക്ഷ അവസാനിച്ചപ്പം അവിടെ ദൂതന്റെ വെളിപ്പെട്ടിട്ട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി. എന്റെ അർത്ഥം, എന്തിനാ ഗബ്രിയേലേ നീ ഇത്രയും താമസിച്ച് വന്നത്? ഗബ്രിയേൽ ദൂതൻ പറയും, ഞാൻ താമസിച്ചതല്ല സെക്കരിയാവേ, ദൈവം എല്ലാം ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. യേശു ഭൂമിയിൽ വരേണ്ട സമയം, യോർദാനിൽ സ്നാനപ്പെടേണ്ട സമയം, കന്യകയായ മാതാവ് ജനിക്കേണ്ട സമയം, ഒന്ന് നോക്കിക്കേ, യോസേഫ് പിതാവ് ജനിക്കേണ്ട സമയം, ഇതെല്ലാം കർത്താവ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരാൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ ദൈവം അന്തരീക്ഷങ്ങളെ പോലും ഒരുക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്നൊരു സുപ്രഭാതം ചെയ്യുന്ന ആളല്ല ദൈവം, മുൻകാലങ്ങളിൽ അത് ദൈവം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. അപ്പൊ ഇത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ യെശയ്യാവിന്റെ പ്രാർത്ഥനാ മുറികളെ പോലെ ആകണം. കരഞ്ഞും കൂകി ഇരിക്കേണ്ടതല്ല പ്രാർത്ഥന. ചിലർ പറയുന്നുണ്ട്, എന്റെ പ്രാർത്ഥന ബ്രദറെ, എന്റെ പ്രാർത്ഥനപ്പാ ഞാൻ മടുത്തു, പ്രാർത്ഥിച്ച് ഇങ്ങനൊന്നും ആകരുത്. പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ പ്രാർത്ഥനാ മുറികൾ ദർശനങ്ങളുടെ മുറികളായിട്ട് മാറും. എന്റെ കൂടെ പറഞ്ഞ്, എന്റെ പ്രാർത്ഥനാ മുറികൾ വെളിപ്പാടുകൾ കാണുന്ന മുറിയായി തീരട്ടെ എന്ന് പ്രവചിച്ചു വന്നു.
എന്റെ പ്രാർത്ഥനയുടെ മുറികൾ വെളിപ്പാടുകൾ കാണുന്ന മുറിയായി ആമേൻ ആമേൻ ആമേൻ. ഇങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എവിടെ, അപ്പൊ മനസ്സിലായില്ല, നമ്മുടെ പ്രാർത്ഥന രണ്ട് രീതിയിൽ ഇപ്പോൾ ലോക്കായി കിടക്കുവാണ്. ഒന്ന് സമയത്തിന്റെ അകത്ത്. ഇനി ഈ സമയത്തിന്റെ അകത്ത് കിടക്കുന്നു എന്നെങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമയത്തിന്റെ അകത്ത് കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. ശമൂവേലിന്റെ പുസ്തകത്തിന്റെ അകത്ത് ഹന്ന നിലവിളിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഏലി വന്നിട്ട് പറഞ്ഞു, പുരോഹിതൻ പറഞ്ഞു, നിനക്ക് അടുത്ത ദൈവം നിനക്ക് നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഹന്ന കരഞ്ഞില്ല. നോക്കിക്കേ, അപ്പൊ ദൈവത്തിന്റെ പ്ലാന്റെ അകത്താണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും ബലമുണ്ടാവും. ഇതാണ് ദൈവത്തിന്റെ സമയത്തിന്റെ പ്രത്യേകത. നിരാശയ്ക്ക് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. ശരിയാ, സങ്കടമുണ്ട്, നമുക്ക് ഭാരമുണ്ട്. പലരും ചോദിക്കുമ്പം എന്തുകൊണ്ടാ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തെന്ന് ചോദിക്കുമ്പം സങ്കടം ഉണ്ടെങ്കിലും നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമയത്തിന്റെ അകത്താണ്. അതാണ് സമയം എന്നുള്ളത് ദൈവസന്നിധിയിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു, കാലസമ്പൂർണത വന്നപ്പം ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന് സദൃശ്യത്തിലും പാപനിമിത്തവും ഭൂമിയിലേക്ക് അയച്ചു. അപ്പൊ കാലസമ്പൂർണത, കാലത്തിന്റെ പൂർണ്ണത. വീണ്ടും പറയുന്നു സമയം, തക്ക സമയം. ഇതൊക്കെയും ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട. ബൈബിൾ വിശ്വാസി തിരിച്ചറിയണം, സമയം നിങ്ങൾക്ക് വലിയ വിലയില്ലെങ്കിലും ദൈവത്തിന് വിലയുണ്ട്. നമ്മുടെ ആഗ്രഹം നാളെ 10 മണിക്ക് ബ്രദറെ ആ വിഷയം നടന്നില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തരുത് കേട്ടോ. കർത്താവിന് തമ്പുരാൻ അറിയാം നാളെ ദൈവത്താൽ പ്രവൃത്തി നടന്നിരിക്കും. നമ്മൾ വെറുതെ ഭീഷണിപ്പെടുത്തരുത് ദൈവത്തെ. നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ ഭീഷണിപ്പെടുത്തല്ലേ, കർത്താവ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ പറയുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ. ഒരിക്കലും ദൈവം നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കുന്ന ആളല്ല, ദൈവം നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന ആളല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ അടുത്ത ദിവസം മറ്റൊരു വിഷയം കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവഹിതം എന്നൊരു വാക്കും കൂടിയുണ്ട്. അതും കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് വരും ദിവസങ്ങൾ എനിക്ക് വന്നത് മറ്റൊരു ഭാഗത്ത് നമ്മൾ കൂട്ടിമുട്ടും. ഇപ്പൊ ഇത് നിങ്ങൾ മറക്കരുത്. അന്ന് ഞാൻ ചോദിക്കുമെന്ന് ഓർത്ത് വെച്ചോണേ. 2 പ്രാർത്ഥനകളുടെ സമയം. ഇപ്പൊ നമ്മൾ സമയമാണ് ഇന്നലെ കേട്ടത്, ഇന്ന് സമയമല്ല. പ്രാർത്ഥനയുടെ മറുപടി എന്തുകൊണ്ട് വൈകുന്നു, ഇതാണെന്ന് കേട്ടത്. പ്രാർത്ഥനയുടെ മറുപടി വൈകുന്നതിന്റെ കാരണം ദൈവത്തിന്റെ മറുപടി സമയത്തിന്റെ അകത്ത് കയറിപ്പോയി. ഈ സമയം വേണമെങ്കിൽ വൈകിക്കാം, വേണമെങ്കിൽ സമയം നമുക്ക് വൈകിക്കാം. ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് കനാൻ ദേശത്തിൽ എത്ര ദിവസം എടുക്കും? നോർമൽ ബൈബിൾ പ്രകാരം പറയരുത്. ഇസ്രായേലിലൊക്കെ താമസിക്കുന്ന പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കനാൻ നോക്കി, നമ്മുടെ മിസ്രൈം മുതൽ കനാൻ ദേശം വരെ എത്ര ദിവസത്തെ യാത്രയുണ്ട്? എത്ര വർഷത്തെ യാത്രയുണ്ട്? എത്ര വർഷം എടുക്കും ഇന്നത്തെ കാലത്ത്? നടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് എത്ര വർഷം എടുക്കും? 1 മാസം പരമാവധി. 1 മാസം. 7 ദിവസം. ഇസ്രായേൽ പോയിട്ട് 13 ദിവസം കൊണ്ട് എല്ലായിടും ചുറ്റിക്കറങ്ങി വന്നു. കണ്ടോ, സിസ്റ്റർ പറഞ്ഞ് 14 ദിവസം കൊണ്ട് എല്ലാം ചുറ്റിക്കറങ്ങി. പക്ഷെ 40 വർഷം ഇവരെടുത്തു. 40 വർഷം ഇത്രയും ടൈം എടുത്തു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നീട്ടുകയും ചെയ്യാം കേട്ടോ. 2 കാര്യം ഞാൻ പറയാം. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് നീട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും. ഇത് നമുക്ക് പറ്റും കേട്ടോ. പ്രാർത്ഥനയുടെ മറുപടി നീട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും. ഒത്തിരി സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ബൈബിളിൽ. ഇതൊക്കെ പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അടുത്തു വന്ന പല പ്രാർത്ഥനകളും നമ്മൾ തള്ളിവിട്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ സിസ്റ്റർ പറഞ്ഞില്ല, 14 ദിവസം കൊണ്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ, സിസ്റ്റർ പോയെന്നാ പറഞ്ഞത്. അവിടെ മൊത്തം കറങ്ങി നടന്നു പറഞ്ഞത് കണ്ടോ. ഇനി പോട്ടെ, നടന്നാൽ പോലും നമുക്ക് ഈ 40 വർഷം എടുക്കത്തില്ല. പക്ഷേ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുന്നതിൻ്റെ അകത്തും ഒരു കാരണമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ പിറുപിറുപ്പ് വന്നാൽ താമസങ്ങൾ വന്നേക്കാം. നോക്കിക്കേ, പിറുപിറുപ്പുകൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരാം. അവിശ്വാസം നിമിത്തം പ്രാർത്ഥനയുടെ മറുപടി നീങ്ങിപ്പോയേക്കാം.
നോക്കിക്കേ, അവിശ്വാസ നിമിത്തം യേശു അത്ഭുതം ചെയ്തില്ല എന്ന് മറ്റു ഭാഗത്ത് പറയുന്നുണ്ട്. പിറുപിറുപ്പ് നിമിത്തം എന്ത് സംഭവിച്ചു? അവരുടെ യാത്രയ്ക്ക് വിഘ്നം വന്നു, താമസം വന്നു. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്നവർ വെറുതെ ചാടിക്കേറി പ്രാർത്ഥിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥന കിട്ടിയില്ലെങ്കിൽ, ഓ എനിക്ക് അല്ലേലും അറിയാം കർത്താവ് ഇതൊന്നും തരാൻ വേണ്ടി പോകുന്നില്ല, ഞങ്ങളൊന്നും കർത്താവ് സ്നേഹിക്കുന്നില്ല, ഞങ്ങളൊന്നും പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പിറുപിറുപ്പായി മാറും. പിറുപിറുപ്പിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? അവിടെ ദൈവത്തിന്റെ പദ്ധതികൾക്ക് നമുക്ക് താമസം വരും. അപ്പൊ ഒരു വാക്കും കൂടെ വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാവേ. ഹബക്കുക്കിന്റെ പുസ്തകം എപ്പോഴും നമ്മൾ ഈ വചനത്തിലേക്ക് വരുമ്പോൾ എടുക്കുന്നതാണ്. ഹബക്കുക്കിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്നെടുക്കാം. ഹബക്കുക്ക് 2:3 കാണാൻ പറ്റുന്നുണ്ട് ആ വാക്യം? 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറഞ്ഞു, ദർശനത്തിന് അത് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റത്തില്ല, അത് വൈകിയാൽ, നോക്കി, അത് വൈകിയാൽ, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, അത് വൈകിയാലും അതിനായിട്ട് കാത്ത്, അത് വരും നിശ്ചയം. നോക്കിക്കേ, ഇവിടെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടും, അത് വൈകിയാൽ, അപ്പൊ വൈകാനും സാധ്യതയുണ്ട്. കനാനിൽ നിന്നും ഈ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് പോയ ജനത്തിന് താമസമുണ്ടായി. അപ്പൊ യോശുവ ഉടനെ പറയും, ഇതെന്നെ പരിപാടിയാ കർത്താവേ, ഞങ്ങളാണെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ച് പോയാൽ പോലും ഞങ്ങൾക്ക് ഇവിടെ നേരത്തെ എത്താം, 1 മാസം പോലും വേണ്ട, ഇവിടെ ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ലെന്ന് പരാതി പറഞ്ഞിട്ട് കാര്യം, ഇത് വൈകിയാൽ. യോശുവെ കൂടെയുള്ള ആരോ പിറുപിറുക്കുന്നുണ്ട്. കണ്ടോ? നല്ല വിശ്വാസിയെ കൂട്ടുപിടിക്കണം കേട്ടോ. ഈ അവിശ്വാസം പറയുന്ന ആൾക്കാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഉള്ള വാക്തത്വം കൂടെ താമസം വരും. സഹോദരി, കൂട്ടങ്ങ് വിട്ടേക്ക്, അതൊക്കെ നല്ലത്. ചില കൂട്ടായ്മ ഉള്ള വിശ്വാസം കെടുത്തുന്ന ആൾക്കാരുണ്ട്, അതും നമ്മുടെ എന്ത് ചെയ്യും? വാക്തത്വങ്ങളെ വൈകിപ്പിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ പ്രാർത്ഥിച്ച് അങ്ങ് മടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. നമ്മുടെ വിഷയത്തെ സമയത്തിലോട്ട് അധികം കയറ്റി വിടരുതേ. തക്ക സമയത്തിലോട്ട് കയറ്റി വിടണം. തക്ക സമയം മാറി വൈകിയാൽ അതിന്റെ അർത്ഥം എവിടെയൊക്കെയോ എന്താ. അപ്പൊ ഇത് തിരിച്ചറിയണം എങ്ങനെയെങ്കിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഡിസൈനിങ് സ്പിരിറ്റ് ഉണ്ട്. കൊരിന്ത്യ ലേഖനം വായിക്കുന്ന സമയത്ത് 9 കൃപാവരങ്ങളുണ്ട്. ആ കൃപാവരത്തിൽ വിവേചിക്കുന്ന ഒരു ആത്മാവുണ്ട്. നമുക്ക് ലഭിച്ച കൃപാവരം കേട്ടോ, വിവേചനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നുണ്ട്. ഈ വിവേചനത്തിന്റെ ആത്മാവ് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ കാര്യങ്ങളെ വ്യക്തമായി 2 രീതിയിൽ വിവേചിക്കാൻ പറ്റും. ആത്മാക്കളെ വിവേചിക്കാൻ പറ്റും, നമ്മളെ തന്നെത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിവേചിക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വരും ദിവസങ്ങളിൽ ദൈവഹിതം എന്നുള്ളത് ലൂക്കോസിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പൊ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കിക്കണം, 2 തരം പ്രാർത്ഥനയുടെ മറുപടിയുണ്ട്. ഒന്ന്, ഒരു സമയത്തിന്റെ അകത്ത് ദൈവം കയറ്റിവെക്കും. രണ്ടാമത്തത്, ഉടനെ നടക്കുന്ന സൗഖ്യങ്ങളുണ്ട്. രണ്ടാമത്, ഉടനെ നടക്കുന്ന അത്ഭുതമുണ്ട്. ഇനി നടന്നില്ലെങ്കിലും അതിന്റെ അർത്ഥം, ഓ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ നടക്കട്ടെ, ഇനി നടന്നില്ലേലും കുഴപ്പമില്ല. ഇങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. ചിലർ പറയുന്നുണ്ട്, ഓ ഇനി പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല, ഇനി ഇപ്പൊ നടന്നില്ലേലെന്നാ, കർത്താവിനെ ഞാൻ സ്തുതിക്കും. ജന്മത്തിൽ ആ വിഷയം കിട്ടത്തില്ല കേട്ടോ. പിന്നെ ചിലത് വൈകിപ്പിക്കുന്നത് എങ്ങനെ? നമ്മൾ പിറുപിറുക്കുമ്പോൾ, നമ്മൾ സംശയത്തിന്റെ വാക്കുകൾ പറയാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഏലിയനാണ്, അന്യഗ്രഹ ജീവിയ. സംശയത്തിന്റെ വാക്ക് വന്നില്ലെങ്കിൽ, സംശയത്തിന്റെ വാക്ക് നമ്മളിൽ നിന്ന് വരും. നമ്മൾ ബലഹീനരാണ്, നമ്മുടെ നിന്ന് വാക്കുകൾ വരും. പക്ഷെ സംശയത്തിന്റെ വാക്കുകൾ വന്നിട്ട് അത് ഏറ്റു പറഞ്ഞ് ക്യാൻസൽ ചെയ്യാതിരുന്നാൽ അത് നിങ്ങളെ വൈകിപ്പിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ യേശു എനിക്ക് അത്ഭുതം ചെയ്യും, ഞാൻ അത്ഭുതം കാണും. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ എനിക്കറിയാം കർത്താവ് നടക്കാണെന്ന് പോകുന്നില്ല, ഞാൻ മടുത്തു, അല്ലെങ്കിൽ ഞാൻ ഈ വിഷയം അങ്ങ് വിടുക. ഇത് അവിശ്വാസിന്റെ വാക്കാ. ഇത് വായിന്ന് വന്നു പോകും. അഥവാ വന്നു പോയാൽ ഉടനെ കർത്താവ് ക്ഷമിക്കണപ്പ, ഞാൻ ആ പറഞ്ഞ വാക്ക് ക്യാൻസൽ ചെയ്യുന്നു. കാരണം ഞാനത് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? അത് വൈകും. അത് വൈകിപ്പിക്കാതെ വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരിയാകണം. അപ്പം ചില പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി ലഭിക്കാത്തതിന്റെ കാരണം നിങ്ങൾ ദേഷ്യം വരുന്നുണ്ടല്ലേ. ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട് പലപ്പോഴും ബ്രദറെ ഞാൻ മടുത്തു, ബ്രദറെ എനിക്ക് മരിച്ചാൽ മതി, ഇതുപോലെ ഞാൻ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടില്ല, ഇതുപോലെ ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല, ഇതേപോലെ ഞാൻ പ്രാർത്ഥിച്ച വേറൊരു വിഷയമില്ല, എന്നിട്ടും ദൈവത്തിന്റെ മറുപടി നടക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു, കർത്താവ് പല കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക.
പറയണം, ഓ കർത്താവ് ഇത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവെ. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ മറക്കരുത്, എപ്പോഴും അത്ഭുതം ഇന്നാണെന്ന് പറഞ്ഞ് പഠിക്കണം. നമുക്ക് ആ ഒരു ദർശനത്തിന്റെ വരം നിങ്ങളിൽ തുറക്കാത്തോടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും നാളെയാണ് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇനി ദർശന വരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. കൂടുതൽ പിന്നെ നമുക്ക് വരാം, എങ്ങനെ ദർശനങ്ങൾ കാണാം, എങ്ങനെ പ്രവചന വരത്തെ ഉപയോഗിക്കാം, എങ്ങനെ കൃപാവരങ്ങളെ ഉപയോഗിക്കാം എന്നുള്ള ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ല, പിന്നീട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് വീണ്ടും കൂട്ടിമുട്ടാം, നമുക്ക് ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ക്ലാസ്സുകൾ പിന്നെയും ചെയ്യുവാൻ ക്ലാസ് അല്ല കേട്ടോ, എനിക്ക് ഈ ക്ലാസ്സുകൾക്ക് ഇതിനേക്കാൾ ഇഷ്ടം പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് വെളിപ്പെട്ട് വരണം. ദൈവാത്മാവ് അത് തുറക്കും, ദൈവാത്മാവ് അത് ചെയ്യും. കാര്യങ്ങളെ വിവേചിക്കുവാനും തുറക്കുവാനും അടയ്ക്കുവാനും നമുക്ക് അധികാരമുണ്ട്. അത് കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത് ദൈവം ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഇന്ന് പ്രാർത്ഥിക്കുന്ന. അപ്പം ഞാനിന്ന് വൈകുന്നേരം രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഇവിടുത്തെ ടൈമാണ്, അപ്പം ഞാൻ കണ്ടൊരു കാഴ്ച. എന്നെ കർത്താവ് ഒരു നീതു എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനോട് കാണിച്ചു. നീതു എന്നുള്ള പേര് വെളിപ്പെട്ടപ്പോൾ തന്നെ ആ കൂട്ടത്തിൽ അഞ്ജു എന്നൊരു പേര് ആ ഒരു ഭവനത്തിൽ നിന്ന് തന്നെ മറ്റൊരാൾ വിളിക്കുന്നതായിട്ടൊരു വിളിപ്പേര് ഞാൻ പൊങ്ങി വന്നു. എനിക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണെന്നുള്ളത്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഈ രണ്ട് പേരുകളും ഞാൻ കേട്ടതാണ് ആ കുടുംബത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തി എന്നെ ഒരു മിനിറ്റ് ഈ രണ്ട് പേരും ഉള്ള വീടാ ഇപ്പൊ പറഞ്ഞേക്കുന്നത്? നീതു എന്റെ മോള്, അഞ്ചോളുടെ മകന്റെ മോള്. ഓ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത രണ്ട് പേരുകളാണ് ഞാൻ കേട്ടത്. യേശുവിൻ ആ കുടുംബത്തിൽ തന്നെ. കർത്താവെ, ഇന്ന് അത്ഭുതകരമായ പ്രവൃത്തികൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ രണ്ട് വ്യക്തികൾക്കും വേണ്ടി, ആ മോളുടെ മോക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ദർശനങ്ങളുടെ വരങ്ങൾ ഒന്ന് തുറന്നു വരട്ടെ, ദർശനങ്ങളുടെ വരങ്ങൾ തുറക്കട്ടെ. ഇന്ന് പ്രാർത്ഥിച്ച് ആ കർത്താവിലുള്ള കാഴ്ചകളെ കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്പിരിച്വൽ ഐസ് ആഴമായി തുറക്കട്ടെ അപ്പ. യേശുവിന്റെ നാമത്തിൽ അനേകരെ സഹായിക്കുവാൻ പ്രാർത്ഥനകൾ ഇന്ന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ ഉദരത്തോട് കൽപ്പിക്കുന്നു, തലമുറ എൻ്റെ അവകാശമാണ്, ഉദരഫലം ദൈവം തരുന്ന അവകാശമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ തുറന്നു വരട്ടെ. അത്ഭുതകരമായ തലമുറകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഉദരം തുറക്കട്ടെ, തലമുറകൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. അത്ഭുതം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ സമയത്തിന്റെ അകത്താണല്ലോ കർത്താവ് ഞങ്ങളുടെ സകല വാഗ്ദത്തങ്ങളും കിടക്കുന്നത്. നന്ദി കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പാ യേശുവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനിപ്പോൾ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ നമ്മളിങ്ങനെ ഈ ഒരു ചെറിയൊരു മരം ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടാക്കി വെച്ചിരിക്കുക. അതായത് ചെറിയ മരം, ഇത് ഒറിജിനൽ മരമല്ല, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മരത്തിന്റെ ഒരു ചെറിയ ഒരു സംഭവം, മരം ഉണ്ടാക്കി വെച്ചിരിക്കുക. വീടിന്റെ അകത്ത് തന്നെ മരത്തിന്റെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുന്നു. പ്രത്യേകിച്ച് ഈ തെർമോക്കോൾ കൊണ്ടുള്ള ചില കാര്യങ്ങൾ അതിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ ആ ഒരു വ്യക്തിയെ, അത് നിർമ്മിച്ചിരിക്കുന്ന ഈ മുറിക്കകത്തിരിക്കുന്ന ആ വ്യക്തിയെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു നിയോഗം തരുവാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ആ മുറിയിലിരിക്കുന്ന അതിന്റെ വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. വലിയ പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ, സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ വ്യക്തി പറഞ്ഞു. ബ്രദറാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ഓ, യേശുവിന്റെ നാമത്തിൽ. ബ്രദറെ, ഞങ്ങളത് കാണാൻ വലിയ സാധ്യതയുണ്ടോ? ഇല്ല, ആർക്കും കാണാൻ സാധ്യതയില്ല സാറിന്. ഞാൻ അത് ഉണ്ടാക്കിയിട്ട് ഞാൻ മാറ്റി, ആരും കാണാതെ വെച്ചേക്കുന്നു.
ഓ എന്റെ ദൈവമേ, കർത്താവ് എത്രത്തോളം കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു ബ്രദറെ. കർത്താവ് തൊടുക കേട്ടോ. ദൈവം ഒരു അടയാളം കാണിച്ചു കേട്ടോ. ആ ഉണ്ടാക്കിയതിന്റെ പ്രത്യേകതയല്ല, ദൈവം ആ ഉണ്ടാക്കിയ വ്യക്തി ഒന്ന് ഫോക്കസ് ചെയ്യുവാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങ് കാണുന്നല്ലോ. അങ്ങ് ആ മകന്റെ വലിയൊരു ഭാവിയിൽ ബ്രദറെ വഴിത്തിരിവ് കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകട്ടോ. ഒത്തിരി തഴയപ്പെട്ട ആളാണ്, ഒത്തിരി ഒതുക്കപ്പെട്ട ആളാണ്. പക്ഷെ എന്റെ കർത്താവ് ഒരു വാക്ക് പറയുന്നു, വലിയൊരു മാന്യതയുടെ പുതപ്പിട്ട്. ഓ യേശുവേ, ആ പട്ടണത്തിൽ, ദേശത്ത്, അവിടുന്ന് രാജ്യത്തിലേക്ക് തന്നെ, മറ്റു രാജ്യത്തിലേക്ക് തന്നെ കുടുംബത്തിൽ നിന്നൊരു യാത്രയെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ്. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, അങ്ങയുടെ കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങളുടെ അത്ഭുതത്തെ കർത്താവെ അങ്ങ് തുറക്കുന്നല്ലോ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ആഷ്ലി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയാം. ആഷ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ആ ആഷ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരാൺ പൈതല് ആ വീടിൻ്റെ അകത്തൂടെ നടക്കുന്ന ഒരു കാഴ്ചയും കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ആ മകളുടെ അടയപ്പെട്ട ഭാവിയെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടൻ എവിടെ അടച്ചോ, യേശുവിൻ്റെ നാമത്തിൽ സ്വർഗം അത് തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാ അടഞ്ഞ വഴികളും തുറക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, കർത്താവിൻ്റെ അത്ഭുതം എന്ന ആ കുടുംബത്തിൻ്റെ മേൽ തുറന്നു വരട്ടെ. അത്ഭുത സാക്ഷ്യം എന്ന ആ കുടുംബത്തിൻ്റെ മേൽ തുറക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നപ്പ കർത്താവെ, ഇന്ന് ആ വ്യക്തി അത് കേൾക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്താലുള്ള പ്രവൃത്തികൾ തുറന്നു വരട്ടെ. കർത്താവെ യേശുവേ, നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സജീവ് എന്ന് പറയുന്ന ഒരു പറഞ്ഞു. ബ്രദറെ സ്തോത്രം. ആശ്ലിമോൾ എന്റെ മോളാ. ഇന്ന് ആ മോക്ക് വേണ്ടി ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവിന്റെ വലിയൊരു ബ്രദറെ പറഞ്ഞു. 9 മാസം പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആണ് ആള്. അതെ. ആ കർത്താവ് ഒരാൺ തലമുറയെ കർത്താവ് തരാൻ വേണ്ടി പോകട്ടെ. ഒരാൺ തലമുറ ഓടി നടക്കാൻ വേണ്ടി പോവാ. ഹല്ലേലൂയ. ഇതൊരു വലിയൊരു വാക്ടഡ് തലമുറ കേട്ടോ. ഒരു വാക്ടഡ് സന്തതിയാ അത്. യേശുവേ, നന്ദി കർത്താവ്. ആ ഉദരത്തെ, ആ മോളുടെ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിച്ചാലും പറഞ്ഞ ഒരു വാക്തത സന്തതി, ഒരു പ്രവാചക തലമുറയാണ്. യേശുവേ, ഞങ്ങളുടെ അത്ഭുതത്തെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ കൃപ അവിടെ പെരുകുന്നല്ലോ. വലിയ നന്മകളാൽ സ്വർഗമേ അങ്ങ് നിറയ്ക്കുന്നില്ല. ഈ സഹോദരിക്ക് വേണ്ടി തന്നെ കേട്ടോ ആലോചന, മറ്റാരും അത് നോക്കണ്ട. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കർത്താവെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ ഞാൻ കാണുന്നൊരു കാഴ്ച, 2018 അറേബ്യൻ രാജ്യത്ത് വെച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കമ്പനിയിൽ നിന്നും ഒരു ഡോക്യുമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറുപടി ഇല്ലാതെ ഒഴിവാക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി ഈ ഒരു കാലഘട്ടങ്ങളിൽ. എന്നാൽ കർത്താവ് പറയുന്നു, ഈ 2025 കാലഘട്ടത്തിൽ അന്ന് അടഞ്ഞുപോയ, തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ, ബ്ലോക്കായി പോയ പേപ്പറുകളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തന്നെ അനുകൂലമായി, അതിൻ്റെ ഒരു കോമ്പൻസേഷൻ പോലെ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി ആർക്കോ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് അതിൻ്റെ ഒരു വലിയൊരു എമൗണ്ട് പോലെ തന്നെ, വലിയൊരു ഡോറ് തന്നെ അതിനുവേണ്ടി കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. ആ നിന്ന കർത്താവ് തുടയ്ക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നവ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതം അവിടെ നടക്കുന്നു. പറഞ്ഞു പറഞ്ഞു ബ്രദറെ, ഞാൻ 2015 ബ്ലോക്ക് ആയിട്ട് ഞാൻ 2015 ജൂണിൽ നാട്ടിലേക്ക് വന്നത്. ഏതാ ബ്രദറെ? കേട്ടില്ല. 2015 ബ്ലോക്ക് ആയിട്ട് നാട്ടിലേക്ക് കയറി വന്നത് ഞാനാണ്. അത് ഏറ്റെടുത്ത ബ്രദറെ, കർത്താവ് വലിയൊരു പ്ലാൻ ഈ 2025 അത് തുറക്കാൻ വേണ്ടി പോവാണ്. ദൈവം അടഞ്ഞ സകല ഡോറുകളെയും സ്വർഗം തുറന്ന് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്.
യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവ്. അതോടൊപ്പം തന്നെ കർത്താവ് ഒരു സ്ഥലത്തിന്റെ അഡ്വാൻസ് എന്ന് പറഞ്ഞ സ്ഥലം വല്ലാതെ ആഗ്രഹിച്ചു. 25,000 എന്ന് പറയുന്ന ഒരു തുക ആ ഒരു സ്ഥലത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ അത് നഷ്ടമായി പോയി. അത് പിന്നീട് മേടിക്കാൻ സാധിച്ചില്ല. 25 അതോടൊപ്പം തന്നെ പിന്നെയും ചില തുകകൾ മിസ്സായി. പക്ഷെ 25 എന്നുള്ളത് ആദ്യം കൊടുത്തതാണ്, അത് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ആ പ്ലാൻ മാറ്റി വെക്കേണ്ടി വന്നു, അത് നടന്നില്ല. പക്ഷെ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ആ ഒരു വസ്തു, ആ ഒരു സ്ഥലം നിങ്ങൾ കണ്ണുനീര് വീണതാണ്, വേദന അനുഭവിച്ചതാണ്. പക്ഷെ കർത്താവ് പറയുന്നു, ആ നന്മ മടങ്ങി വരാൻ വേണ്ടി പോവാണ്. മാനുഷിക ബുദ്ധിയിൽ അസാധ്യമാണ്, പക്ഷെ കർത്താവ് അത് മടക്കി കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, നീങ്ങട്ടെ, ആ തടസ്സം മാറട്ടെ. അത്ഭുതകരമായി സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തി ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. കർത്താവിന്റെ വലിയൊരു സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാൻ വേണ്ടി പോവാണ്. കർത്താവെ, പ്രതിസന്ധികൾ നീങ്ങി ദൈവത്താൽ സാക്ഷ്യമാകാൻ വേണ്ടി പോവാണ്. ആ നഷ്ടപ്പെട്ടെന്നോർത്ത് ഭാരപ്പെട്ട് ഇപ്പോഴും ഇരിക്കുവാണ്, എൻ്റെ ദൈവമേ അത് പറ്റിയില്ലല്ലോ. പക്ഷെ കർത്താവ് പറയുന്നില്ല, മടങ്ങി വരാൻ വേണ്ടി പോവാണ്, മടക്കി തരാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു കുടുംബത്തിൽ ഒരു ഭർത്താവിന്റെ സഹോദരൻ നിമിത്തം വലിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വീട് വിട്ടിറങ്ങേണ്ടി വന്നു. പലപ്പോഴും വല്ലാത്ത നിരാശയിൽ കഴിയുന്ന ഒരു കുടുംബമാണ് എന്നോട് കർത്താവ് എന്നെ കാണിക്കുന്നത്. വീട് വിട്ടിറങ്ങേണ്ട ചില അവസ്ഥയിലൂടെ കടന്നുപോയി. ആ സഹോദരൻ നിമിത്തം ചില വേദനകളുണ്ടായി, ചില പ്രയാസങ്ങളുണ്ടായി. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ജൂൺ മാസത്തിലാണത് സംഭവിക്കുവാൻ ഇടയായ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായത്. എന്നാൽ കർത്താവിനോട് പറയുന്നു, ഈ വരുന്ന ജൂൺ മാസം വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ പ്രതികൂലമായിരുന്ന സകല നാവുകളെയും ദൈവം അടച്ച് അനുകൂലമായി ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി തമ്പുരാൻ വേർതിരിക്കാൻ വേണ്ടി പോവാണ്. ആ വ്യക്തി യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണം. കർത്താവിന്റെ പ്രവർത്തികളെ സ്വർഗമയക്കാൻ വേണ്ടി പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവെ നന്ദി കർത്താവേ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എന്റെ ഭർത്താവിന്റെ സഹോദരൻ മൂലം ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ട് അവിടുന്ന് എന്റെ അടുത്തൊരു വീട്ടിലേക്ക് ജോലിക്കായിട്ട് ഞാൻ ഇങ്ങനെ പോന്നു. അങ്ങനെ എനിക്ക് വലിയൊരു പ്രയാസത്തിലായിരുന്നു ഞാൻ ആ സമയത്ത് അവിടുന്ന് പോരുന്നത്. ഞാൻ അത് ഏറ്റെടുത്തു. ജൂൺ മാസം വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി കർത്താവ് പോവാണ്. ആരാധന യേശുവേ, ആരാധന യേശുവേ, യേശുവേ നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ച് ഒരു നിമിഷം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ മാസം അവസാനത്തെ സൺഡേ നമ്മൾ UK ഒരു പ്രാർത്ഥന ക്രമീകരിച്ചിരുന്നു. അതിനകത്ത് ചെറിയൊരു വ്യത്യാസം വന്നു. സൺഡേ അല്ല, അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡേറ്റ് ഉടനെ തന്നെ അറിയിക്കാന്നാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് അത് ഓർത്ത് പറഞ്ഞോളൂ. ഇനി ആരെങ്കിലും ആ ഡേറ്റിൽ ആ ലൊക്കേഷനിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ഡേറ്റ് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് വീണ്ടും അടുത്ത ഡേറ്റ് അറിയിക്കുന്നതാണ്. ഉടനെ തന്നെ ആ ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ആ ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് സൺഡേ മീറ്റിംഗ് നടക്കുന്നുണ്ട്. വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. അല്ലാതെ നമ്മളൊരു സ്പെഷ്യൽ പ്രെയർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന്റെ വ്യത്യാസം, അതിന്റെ അപ്ഡേഷനുകൾ അടുത്ത ദിവസം ഞാൻ അറിയിക്കും. ഉടനെ തന്നെ അതിന്റെ നോട്ടീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സമയവും ഡേറ്റും സ്ഥലവും വ്യത്യാസമുണ്ട്. അത് ക്രമീകരിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊന്ന് പ്രാർത്ഥിച്ച് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞു, എൻ്റെ യേശു എൻ്റെ രോഗം വഹിച്ചതാ, എൻ്റെ വേദന വഹിച്ചതാ, എൻ്റെ രോഗത്തെ പുതിയ അവയവങ്ങൾക്ക് വേണ്ടി ഒന്ന് കൽപ്പിച്ച് ഒന്ന് പറഞ്ഞ്, പുതിയ അവയവങ്ങൾ, ആ കേടായതൊന്നും കർത്താവ് റിപ്പയർ ചെയ്യാൻ പോകത്തില്ല. കേട്ടോ, ആ പരിപാടി ദൈവത്തിനില്ല. പുതിയ അവയവം, ആ വേദനയുള്ള ഭാഗത്ത്, രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് ഉറക്കെ വിളിച്ച് പറയും, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് പുതിയ അവയവങ്ങൾ വന്നിരിക്കുന്നു, എൻ്റെ വേദനകൾ മാറിയിരിക്കുന്നു, എൻ്റെ രോഗങ്ങൾ സൗഖ്യമായിരിക്കുന്നു, എൻ്റെ ശരീരത്തിൻ്റെ മേൽ രോഗത്തിൻ്റെ ആത്മാക്കൾക്കോ രോഗശക്തിക്കോ പിശാചുക്കൾക്കോ എൻ്റെ മേലോ എൻ്റെ ഭവനത്തിൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ അവകാശമില്ല. ഓ യേശുവേ, ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യം നിറയട്ടെ, അത്ഭുത സൗഖ്യം നിറയട്ടെ, അത്ഭുത സൗഖ്യം നിറയട്ടെ. ഇപ്പോൾ തന്നെ കൈ എടുക്കുമ്പോൾ തന്നെ അവിടെ ആ വേദന അവിടെ ഇല്ല, രോഗം അവിടെ ഇല്ല, മുഴ അവിടെ ഇല്ല. ആ മുഴകൾ അപ്രതീക്ഷിതമായിരിക്കുന്നു. ബ്ലഡിലെ കൗണ്ടുകൾ പിടിച്ചു കെട്ടിയതുപോലെ നോർമലായി നിൽക്കുന്നപ്പ ആ ഷുഗറുകൾ സൗഖ്യമായി കുറിക്കുന്ന ഡയബറ്റിക്കുകൾ എല്ലാവിധമാകുന്ന ബുദ്ധിമുട്ടുകളും യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ മുറിവ് ഞങ്ങളുടെ അത്ഭുതമാണ്, കർത്താവിന്റെ മുറിവ് ഞങ്ങളുടെ സൗഖ്യമാണ്. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പോ
അപ്പൊ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പാ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വർഷ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വർഷ എന്ന് പറയുന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വർഷേനെ ദൈവം അനുഗ്രഹിക്കുന്നുള്ള ഭാവിയെ കുടുംബത്തെ കർത്താവ് ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവിന്റെ വലിയ ബ്രദറെ പറഞ്ഞു. ബ്രദറെ അത് എന്റെ ചേച്ചിയുടെ മോളാണ്. അവൾ ഇച്ചിരി വിഷമത്തിൽ കൂടെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും എന്റെ ചേച്ചിയൊക്കെ. ഇന്ന് കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറയണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണാൻ വേണ്ടി പോവാണ്. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ കർത്താവെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിന്റെ വലിയ മഹത്വം ഇന്നോടെ വെളിപ്പെടുന്നല്ലപ്പാ. രോഗത്താൽ ഭാരപ്പെടുന്നവരൊക്കെ കൈവച്ച് എന്നിട്ട് പറയും, ഇതെന്റെ അത്ഭുതത്തിന്റെ സമയമാണ്, ഇതെന്റെ സൗഖ്യത്തിന്റെ സമയമാണ്, ഇതെന്റെ അത്ഭുതത്തിന്റെ സമയമാണ്, ഇതെന്റെ സൗഖ്യത്തിന്റെ സമയമാണ്. ഞാൻ അത്ഭുതത്തെ കാണുകയാണ്. എൻ്റെ രോഗം യേശു വഹിച്ചത്. പറ, എൻ്റെ വേദന യേശു വഹിച്ചത്. ഞാൻ രോഗിയാകേണ്ട കാര്യമില്ല, ഞാൻ വേദന അനുഭവിക്കേണ്ട കാര്യമില്ല. സൗഖ്യം എൻ്റെ അവകാശമാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ ഞാൻ പുറത്താക്കുന്നു, വേദനകളെ പുറത്താക്കുന്നു. പുതിയ അവയവത്തിന് നന്ദി കർത്താവേ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ചാടി എണീറ്റാട്ടോ, ഒന്ന് ചെക്ക് ചെയ്താട്ടോ, എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് അത് അവിടെ ഇല്ല. ആ വേദന അവിടെ ഇല്ല, മുഴ അവിടെ ഇല്ല, രോഗം അവിടെ ഇല്ല. യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു. വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ, വർഷങ്ങളായിട്ടുള്ള രോഗശക്തികൾ, വർഷങ്ങളായിട്ടുള്ള രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. കുടുംബത്തിന്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ, കലഹങ്ങൾ വിട്ടുമാറട്ടെ. നീരജ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവിന് സ്പർശിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്നവിടെ ഉണ്ടാകട്ടെ. പ്രതിസന്ധികൾ നീങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കുടുംബം അത്ഭുതം കാണട്ടെ, കുടുംബം അത്ഭുതം കാണട്ടെ. എല്ലാ പ്രതിസന്ധികളും നീങ്ങി യേശുവേ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ ഞങ്ങളുടെ അത്ഭുതം ഇന്നവിടെ ഉണ്ടാകട്ടെ. പറഞ്ഞു ഞാനാണ് നീരജ. സിസ്റ്റർ ഏറ്റെടുത്തോ. കർത്താവ് വലിയ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോയി. കർത്താവിന്റെ പറയുന്നൊരു കാര്യം, ബൗണ്ടറി വരച്ചിട്ടിട്ട് അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാതെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, എവിടെ ചെന്നാലും പഴികൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. എത്ര ചെയ്താലും സന്തോഷം കിട്ടാതെ ജീവിതത്തിന്റെ അകത്ത് ഒരു 12 വർഷം യേശുവിന്റെ നാമത്തിൽ പ്രതികൂലമായി കിടക്കുന്ന കാലഘട്ടമായിരുന്നു. ഒത്തിരി കരയേണ്ടി വന്നു, ഒത്തിരി അലയേണ്ടി വന്നു. സഹായിക്കാവുന്ന പലരും വാതിലടച്ചു. മനസ്സിലാക്കാണ്ട പലരും കർത്താവ് ഇന്ന് തള്ളി പറഞ്ഞപ്പോഴും കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. ഇന്ന് അതിന് അറുതി വെക്കുവാണ് ദൈവം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും മകളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അപ്പ അത്ഭുത സാക്ഷ്യം നട തുറക്കുകയാണ്. കാലങ്ങൾ കയറിക്കൂടിയ സകല പിശാചുക്കളെയും യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നപ്പ കുടുംബങ്ങൾ വിട്ട് സമാധാനം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. കുടുംബത്തിന്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ വലിയ മഹത്വത്താലും വീരത്താലും സ്വർഗം നിറയ്ക്കുന്നല്ലോ. അത്ഭുത കർത്താവ് ഈ ദിവസത്തെ കടഭാരത്താൽ ഭാരപ്പെടുന്നവർ അവരുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ വർധനമുണ്ടാകട്ടെ. നന്ദി കർത്താവി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനൊരു IDB എന്ന് പറയുന്ന എന്തോ ഒരു ഡോക്യുമെന്റ്, IDB എന്ന് ഞാൻ കാണുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഒരു കരം ആർക്കോ വേണ്ടി IDB എന്നൊരു പേര് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒരു പേപ്പർ വർക്കാണ്, ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് പറയുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. പ്രതിസന്ധിയായി നിൽക്കുന്നതെല്ലാം അനുകൂലമാകാൻ വേണ്ടി പോവാണ്. യേശുവെ നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് പറഞ്ഞു ഞാൻ ഏറ്റെടുക്കുന്ന ബ്രദറെ മോന്റെ കാര്യത്തിന് വേണ്ടിയായിരുന്നു. IDB ബാങ്കിന്റെ ഒരു കാര്യമാണ്. ബാങ്കാണോ? ബാങ്കാണത്. IDB ഡോക്യുമെന്റ് ബാങ്കാണോ? ഇങ്ങനെ അതെ 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 പെൻഡിങ് വെച്ചിരിക്കുവായിരുന്നു. ഇന്ന ലോണിന്റെ കാര്യത്തിന് വേണ്ടി. കെട്ടുപൊക്കുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവ് ഇന്ന് കെട്ട് പൊട്ടിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ത്രൂ ആകട്ടെ. വഴി തുറക്കട്ടെ. പ്രിയ മക്കളുടെ നിന്ദകൾ മാറട്ടെ. കർത്താവ് വലിയ നന്മകൾ തുറക്കട്ടെ. അപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കാണെന്ന് പറയുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ
കർത്താവെ ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ല അപ്പ, വലിയ പ്രവൃത്തികളെ വെളിപ്പെടുന്നല്ല അപ്പ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ ദിവസങ്ങളിൽ നന്മ കൊണ്ടും ഉയർച്ച കൊണ്ടും നിറയ്ക്കട്ടെ അപ്പ. പ്രതികൂലങ്ങൾ മാറട്ടെ അപ്പ, പ്രതിസന്ധികൾ നീങ്ങട്ടെ അപ്പ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ UK പല ഭാഗങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ പ്രാർത്ഥന നടക്കുന്നുണ്ട് ഈസ്റ്റ് പൂണിൽ. ഇപ്പം നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ പലയിടങ്ങളിൽ നമ്മൾ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് എത്തിപ്പെടാൻ കഴിയാത്തവരുണ്ട്. അപ്പം നിങ്ങൾ ഞാൻ 1-2 സ്ഥലങ്ങൾ ഇപ്പോൾ ചോദിക്കാം. നിങ്ങൾ നോർത്ത് ആംപ്ടൺ ഭാഗത്തുള്ള ആരെങ്കിലും, മിനിസിസ്റ്റർ അല്ലാതെ മറ്റാരെങ്കിലും സൂമിൽ പങ്കുചേരുന്നവരുണ്ടെങ്കിൽ, നോർത്ത് ആംപ്ടണിൽ നിന്ന് അതിൻ്റെ അടുത്ത് ഭാഗങ്ങളിൽ വല്ലവരും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ഇതിന് ശേഷം നമ്മുടെ UK ഗ്രൂപ്പിൽ, അതായത് ഗ്രൂപ്പല്ല, നമ്മുടെ യൂട്യൂബിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ നമ്മുടെ മീറ്റിങ്ങിലൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എല്ലാ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഇടാത്തത്. അപ്പൊ അങ്ങനെയുള്ള പലയിടങ്ങളിൽ പ്രാർത്ഥന ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ ഒരു ആലോചന കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അടുത്തൊരു ലെവലിലേക്ക്, ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, വചനത്തിന്റെയും പ്രാർത്ഥനയുടെയും സ്പിരിച്വൽ തലങ്ങളിൽ അടുത്തൊരു നെക്സ്റ്റ് ലെവൽ, ഞാൻ പറഞ്ഞല്ലോ, ഇത് സാധാരണ വരിക, കൈയടിക്കുക, പ്രാർത്ഥിക്കുക, ഈ തലങ്ങളിൽ നിന്നും ദർശനങ്ങളുടെയും കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിന്റെ അടുത്ത തലത്തിലേക്ക് മൂവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കർത്താവ് നിങ്ങളെ സഹായിക്കും. കർത്താവ് അങ്ങനെ ചില കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ദൈവം കൈമാറിയതുകൊണ്ട് ഞാൻ പറയുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നവരെ നെക്സ്റ്റ് ലെവലിലേക്ക്, ഒരു അടുത്ത സ്പിരിച്വൽ റലത്തിലേക്ക് മൂവ് ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അതിനുശേഷം നമ്മുടെ പല പ്രാർത്ഥനകൾ കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നു. അതിന്റെ അപ്ഡേഷനുകൾ വരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് നടക്കാൻ പോകുന്ന പ്രാർത്ഥന ഞാൻ നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും മാറ്റിയിട്ട് ഇനി മുതൽ നമ്മൾ ദുബായ് കേന്ദ്രീകരിച്ച് ഒരു പ്രാർത്ഥന ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനുവേണ്ടി മാത്രം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം മിഡിൽ ഈസ്റ്റ് ഉള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ഡേറ്റ് ഒന്നും കൺഫേം അല്ല, അത് മുന്നോട്ട് അറിയിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. മുന്നോട്ടും കർത്താവ് നമ്മളെ വലിയ നിറവിലേക്ക് കൊണ്ടുവെടുക്കാൻ ഇടയായി തീരും. അപ്പൊ കർത്താവിന്റെ വേലയിൽ വിതച്ചവർക്ക് നന്ദി പറയുന്നു. മുന്നോട്ട് നടക്കാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനകളിലും പിരിവല്ല, പിടിച്ചു പറിച്ച് മേടിക്കുമല്ല, സുവിശേഷത്തിന്റെ വേലയ്ക്ക് കൊടുക്കുന്നതാണ്. ലോകത്തിൽ എവിടെയും കർത്താവിന്റെ വേലയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കുക. നിങ്ങൾ ആയിരിക്കുന്ന ചർച്ചിൽ, നിങ്ങൾ ആയിരിക്കുന്ന സഭകളിൽ നിങ്ങളുടെ ദശാംശങ്ങളും ഓഫറുകളും കൊടുക്കുക. ഈ കൂട്ടായ്മയിൽ ഹൃദയത്തിൽ തോന്നുവാണ്, എനിക്ക് ഈ മിനിസ്ട്രിക്ക് സഹായിക്കണം അല്ലെങ്കിൽ മുന്നോട്ട് വിതയ്ക്കണമെന്ന ആഗ്രഹം ഹൃദയത്തിൽ തോന്നിയെങ്കിൽ മാത്രം നിങ്ങൾ വിതയ്ക്കുക. ഒരു നിർബന്ധമില്ല. മനസ്സിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. പക്ഷെ നിങ്ങൾ സഭകളിൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും നിങ്ങൾ മുടങ്ങാതെ നിങ്ങൾ എന്ത് ചെയ്യണം, സുവിശേഷത്തിനാട് നിങ്ങൾ എന്ത് ചെയ്യണം. ഇവിടെ നിങ്ങൾ ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വിതയ്ക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അവർ മുടങ്ങാതെ കർത്താവെ, അവരുടെ എല്ലാ ദശാംശങ്ങളും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിപ്പോൾ സാക്ഷ്യത്തിന്റെ സമയമാണ്. ആർക്കെങ്കിലും ഒരു സാക്ഷ്യം, പ്രാർത്ഥനാ വിഷയമല്ല, യേശു അത്ഭുതം ചെയ്തു കഴിഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു, എല്ലാ വിഷയത്തിനും കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറയാം. ഒരേ ആലോചന, ഒരേപോലെ ഇടപെട്ട ഒരു ബ്രദറെ, അത് എന്റെയും കൂടെ കാര്യമാണ്. അടുത്ത ആൾ പറയും, ബ്രദറെ അത് എന്റെയും കൂടെ കാര്യമാണ്. ഇങ്ങനെ എടുത്തു പറയണ്ട. ഒരാളത് പറഞ്ഞെങ്കിൽ അത് നിങ്ങൾ ഏറ്റെടുത്താൽ മതി, എടുത്തു പറയണ്ട. അടുത്തയാൾക്കും കൂടെ സാക്ഷ്യം പറയുവാൻ അവസരം കൊടുക്കേണ്ടതാണ്. ഗോഡ് ബ്ലസ് യു. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞാട്ടെ. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാന് കൊല്ലത്ത് മീറ്റിംഗ് നടന്നപ്പോ വന്നായിരുന്നു. അവിടെ പിന്നെ ഞാൻ സൂമിൽ കയറിയിട്ടില്ല. 2 ആഴ്ചക്ക് മുമ്പ് ബ്രദറ് ഒരു ആധാരത്തിന്റെ ഒരു വിഷയം ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഒരു ആധാരത്തിനും കൊടുത്തിട്ട് കാശ് മേടിച്ചതായിട്ട് അവര് ഇത് കുരുക്കിലായിരിക്കുകയാണ്. കർത്താവ് അത് അഴിച്ചു മാറ്റി ആ വീട്ടിന്റെ ഡോക്യുമെന്റ് അവരുടെ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പാറശാലയിൽ നിന്നാണ്, ഞങ്ങൾ തമിഴ്നാടാ. ബ്രദറിന്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഈ വിഷയം അപ്പോഴും നടന്നതല്ല, 2 ആഴ്ചക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണത്.
ഉം. അപ്പം ബ്രദർ ഇങ്ങനെ ഈ പ്രാർത്ഥനയിൽ കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ എന്നെ ഒരു ചേച്ചി വിളിച്ചു, നിന്റെ വിഷയം ഇതാ പറയുന്നുണ്ട്, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ബ്രദർ വീണ്ടും വീണ്ടും പറഞ്ഞു, അത് ആ ഡോക്യുമെന്റ് കയ്യിൽ കിട്ടും, പേടിക്കണ്ട, കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന്. അത് ഇന്ന് ഞങ്ങൾ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇന്ന് SP ഓഫീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നാലും എല്ലാം അവർക്ക് അനുകൂലമായിട്ട് ഇരുന്നെങ്കിലും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് ഇന്ന് ഞങ്ങളുടെ വീട്ടിന്റെ ആധാരം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഇത് വലിയൊരു സാക്ഷ്യമാണ്, വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ പറഞ്ഞത്. ഈ ഒരു ആലോചന കേൾക്കുന്ന സമയത്ത് ആധാരം കൈ വന്നിട്ടില്ല അല്ലേ, വിഷയത്തിൽ കിടക്കുക. അല്ല, അപ്പോഴാ ഈ പ്രശ്നം നടന്നുകൊണ്ടിരുന്നത്. അന്ന് തന്നെയാണ് ആ ചേച്ചിക്ക് അറിയാന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാന്ന്. എന്നെ കാൾ ചെയ്ത് ചോദിച്ചു, എന്താടി നീ വിളിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നത്തിലാ ചേച്ചി, ഞങ്ങളുടെ ആധാരം ഞങ്ങൾ ഇങ്ങനെ കൊടുത്തിരുന്നു കൊച്ചിന് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കാശ് തിരിച്ചു കൊടുത്തിട്ടും പുള്ളിക്കാരൻ ഞങ്ങളുടെ ആധാരം തന്നില്ല. അങ്ങനെ ഭയങ്കര കേസും അതായത് സിസ്റ്റർ പ്രാർത്ഥനയില് കർത്താവ് ഈ കാര്യം വെളിപ്പെടുത്തുന്ന സമയത്ത് ഈ ബ്രദർ ഞങ്ങളോട് ഈ കാര്യം സിസ്റ്റർ ഷെയർ ചെയ്തിട്ടേ ഇല്ല അല്ലേ? ഇല്ല ബ്രദറെ, ആർക്കും അറിയത്തില്ല, കർത്താവിനും ഞങ്ങൾക്ക് മാത്രമേ അറിയാം. സ്വോത്രം. കർത്താവ് എത്ര ശക്തനാ ബ്രേസ് പറഞ്ഞു കേട്ടില്ലേ? ദൈവാത്മാവ് വെളിപ്പെടുത്തി അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടാൻ വേണ്ടി മിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ? അവർക്ക് സകലതും പ്രതികൂലമായിരുന്നു. അത് SP ഓഫീസിലൊക്കെ വലിയ വിഷയത്തിൽ കിടക്കുമായിരുന്നു. ഒന്നാലോചിച്ച് നോക്കി, വലിയ പ്രതികൂലം നടക്കുന്ന സമയത്ത് ആ കർത്താവ് പറയുകയാണ്, ആ വിഷയം യേശു അത്ഭുതം ചെയ്യുവാൻ വേണ്ടി പോകുക എന്ന് ഓർത്തെ. മുഴുവൻ പ്രതികൂലം, മുഴുവൻ വിഷയം, സകലതും എതിർപ്പ്, ഇത്രയും പ്രതികൂലം കിടക്കുമ്പോ കർത്താവ് പറയുകയാണ് ആധാരം കയ്യിലോട്ട് വരാൻ വേണ്ടി പോലെ സിസ്റ്ററെ. വരുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഭയങ്കര പണക്കാരനാ, ഇഷ്ടംപോലെ കാശ് ചെലവാക്കുന്നുണ്ട് ഇത് തരാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്വോത്രം. കർത്താവ് എത്രയും വലിയ, ഞാൻ ആലോചിക്കുക, പറഞ്ഞില്ലേ, പുള്ളിക്ക് കാശുണ്ട്, ആൾബലമുണ്ട്, നിയമമുണ്ട്, എല്ലാം അവർക്ക് അനുകൂലമായി നിൽക്കുമ്പോ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാന്ന്. സിസ്റ്റർ ചാടിയത് ഏറ്റെടുത്തു. ഇന്ന് ഇവിടെ കയ്യിൽ ആധാരം പിടിച്ചോണ്ടിരിക്കുന്നു അല്ലേ? അതെ, ഇന്ന് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഒരു 11 മണി സമയത്തിന് ഞങ്ങളുടെ കർത്താവ്, ഞാൻ നിങ്ങൾ കേൾക്കുന്ന ഓരോ പ്രവചനങ്ങളും നിങ്ങൾ മനസ്സിലാക്കിക്കോണം. വെറുതെ നിങ്ങൾ കേൾക്കുവല്ല, ഇതെല്ലാം കർത്താവിന്റെ ഇടപെടലാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? പരിശുദ്ധാത്മാവെ അങ്ങ് കൊടുക്കുന്ന ആലോചനയ്ക്കും അതിന്റെ അത്ഭുതങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവ് ഇത്രത്തോളം കാണുന്ന സിസ്റ്റർ, ഇത് വലിയ സാക്ഷ്യമുണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ ട്രിവാൻഡ്രത്ത് കാണുമ്പോൾ സാക്ഷ്യം പറയാൻ റെഡി ആയിക്കണം കേട്ടോ. ഈ സാക്ഷ്യം പറഞ്ഞ് അനേകരെ ബലപ്പെടുത്തിക്കോണം. ശരി, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാന് ജോലിയില്ലാതെ ഒരു വർഷമായിട്ടിരിക്കുവായിരുന്നു. 2024 ഏപ്രിലിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടതാണ്. ഹലോ 24 ജോലി നഷ്ടപ്പെട്ടു. ഞാന് അന്ന് മുതൽ ബ്രദറിന്റെ പ്രയറില്, ഈ പ്രാർത്ഥനയിൽ കൂടുതലും വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്റെ അധ്വാനത്തിന്റെ ഫലം ഞാൻ തന്നെ ഭക്ഷിക്കും, സന്തുഷ്ടയായിരിക്കും, എനിക്ക് നന്മ വരും എന്നുള്ള. ഇന്നലെ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇന്ന് എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ഞാൻ അതിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും. ഒരു വർഷമായിട്ട് ജോലി ഇല്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു ബ്രദർ. അത് ആക്ച്വലി എനിക്ക് വയസ്സായിട്ടും ഇല്ലായിരുന്നു. എനിക്ക് 58 വയസ്സായിട്ടില്ല. അപ്പൊ എന്റെ ഹോസ്പിറ്റലിലെ കമ്പനി ചേഞ്ച് ആയപ്പം എനിക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ടും പഴയ കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. എത്ര വയസ്സ് വരെ വേണേലും എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ കമ്പനി ചേഞ്ച് ആയപ്പോ അവരുടെ നിയമം കൊണ്ടുവന്നു 58 വയസ്സെന്ന്. എനിക്ക് 58 വയസ്സായില്ല. എന്റെ ഫാദർ ഡേറ്റ് ഓഫ് ബർത്ത് കൂടുതൽ വെച്ച് എന്നെ സ്കൂളിൽ ചേർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും. ലാസ്റ്റ് സ്റ്റേജ്. പക്ഷെ ദൈവം എന്നെ കണ്ടു, എന്നെ തൊട്ടു. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷി തന്നെയാണ്. പലപ്പോഴും നിങ്ങൾ കേട്ടില്ല, എൻ്റെ അത് നിയമങ്ങൾ പോലും അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ പോലും പ്രതികൂലമാണ്. പക്ഷെ സാഹചര്യം പ്രതികൂലമായിട്ടും പറഞ്ഞു, എന്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, എനിക്ക് നന്മ ഉണ്ടാകും എന്ന് പറഞ്ഞ് വിശ്വസിച്ചു. ഒരു വർഷമായിട്ട് അടഞ്ഞ വഴിയാണ് സ്വർഗം അവിടെ തുറന്നു. സാക്ഷ്യം പറയുവാൻ കൃപ കൊടുത്തു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ശരിക്കും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് കൂടുതലും ബലപ്പെടുത്തിയത്. ഇനി അനേകരെ ബലപ്പെടുത്തുക, നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകുക. നമുക്ക് ഇനി കണ്ടുമുട്ടാം കേട്ടോ, എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാം. ഗോഡ് ബ്ലസ്. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരാൾ പറയുമ്പോൾ ഞാൻ മറ്റാൾക്കാരെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി സാക്ഷ്യം പറയാൻ വേണ്ടി. പറഞ്ഞു സിസ്റ്ററെ.
ഹലോ ബ്രദർ. പറഞ്ഞു. 14-ാം തീയതി ബ്രദർ ഒരു ആലോചന പറഞ്ഞില്ലേ ബ്രദർ? ഉം, നീലിമ എന്ന് പറഞ്ഞ്. ഉം. നീലിമ. ആ അത് ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ ആ സഹോദരിയുടെ വീട്ടില് ചെന്ന് പറഞ്ഞപ്പോ ആ സഹോദരി വിശ്വസിക്കണില്ല ബ്രദർ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയണം, ഈ ഫോണിലും ടിവിയിലൊക്കെ കണ്ട് എപ്പോഴും 24 മണിക്കൂർ പ്രാർത്ഥന എന്ന് പറഞ്ഞിരുന്നു, എൻ്റെ തലയ്ക്കകത്ത് എന്തോ തോന്നിയതെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ പറഞ്ഞു ബ്രദർ. തീർച്ചയായിട്ടും സിസ്റ്ററെ, നീലിമ എന്നുള്ള പേര് കർത്താവ് വെളിപ്പെടുത്തിയതാണ്. സിസ്റ്ററുടെ ഡ്യൂട്ടി അവിടെ പോയി പറയുക എന്നുള്ളതാണ്. നമ്മളത് ചെയ്തു. നാളെ അവിടെ അത്ഭുതം കാണുമ്പം അവര് പറയും, ഇതാ മകള് ബ്രദർ വന്ന് പറഞ്ഞത് പറഞ്ഞതുപോലെ കൊണ്ട്. ഞാൻ പറഞ്ഞു. അതെ അതെ. അപ്പൊ നാളെ അത്ഭുതം കാണുമ്പോ ഇവർ ഓർക്കും, നമ്മളെ വിളിച്ചു പറയും, മകൾ അങ്ങനെ വന്ന് പറഞ്ഞതാണ് എന്ന് അവർക്ക് ബോധ്യം. ഇന്ന് അവർക്ക് ബൈബിളിൽ പറഞ്ഞ പൗലോസ് പറഞ്ഞപ്പോൾ അവർക്ക് ഭ്രാന്തുണ്ടെന്നാ പറഞ്ഞത്. പക്ഷേ പൗലോസിനെ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളെ കർത്താവ് അത് ഉറപ്പിക്കും കേട്ടോ. എന്നെ അങ്ങനെ തന്നെ ബ്രദർ പറഞ്ഞത്. എന്നാ ഉറപ്പിച്ചു സിസ്റ്ററെ, സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു ബ്രദർ, ഇത്രയും കൂടെ കേൾക്കണേ ബ്രദർ. ഞാൻ പറഞ്ഞു, ഇവിടെ എങ്ങുമല്ല, എന്നെ അറിയത്ത് പോലും ഇല്ല. ഞാൻ ഈ ജനുവരി അവസാനമാണ് ഞാൻ ബ്രദറിന്റെ സൂമിൽ കയറിയത്. എന്നിട്ട് എനിക്ക് ബ്രദർ കൊല്ലത്ത് ഇത് പ്രാർത്ഥന വെച്ചപ്പോഴത്തേക്ക് വരാൻ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു ബ്രദർ. എനിക്ക് വേണ്ടി ഞാൻ അവിടെ 5 പേരെയും കൊണ്ട് വന്ന് ഞാൻ ബ്രദറിനെ കണ്ട്, എന്റെ കണ്ണിന്റെ ഒരു പ്രശ്നമായിരുന്നു ബ്രദർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനുശേഷം എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു ബ്രദർ. ബ്രദറിന്റെ എന്റെ സഭയില് സൂം മീറ്റിംഗ് വെച്ചിട്ട് അത് കാണാതെ ഞാന് ബ്രദറിന്റെ സൂം മീറ്റിങ്ങിലാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ കയറി. എനിക്ക് ഇത് കേൾക്കാതെ ഇരിക്കുമ്പോ എനിക്ക് ഭയങ്കര എനിക്ക് ആരുമില്ല ബ്രദർ. എന്റെ ഒരു മോനുള്ളതാണെങ്കിൽ എറണാകുളത്ത് ജോലി ചെയ്യുന്നത്, ഒരു സഹോദരൻ കൂടെ ഉണ്ട്, അത് എന്നെ ആണെങ്കിൽ കണ്ണെടുക്കാൻ കണ്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ വചനമാണ് എന്നെ ആശ്വസിപ്പിക്കുന്നത് ബ്രദർ. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അതിന്റെ അകത്ത് വലിയ കാര്യങ്ങളെ ചെയ്യും. വലിയ സാക്ഷ്യമാക്കി സ്വർഗം മാറ്റും കേട്ടോ. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. നമുക്ക് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. പലയിടങ്ങളിൽ നമ്മൾ പ്രാർത്ഥനകൾ ഈ പ്രാവശ്യം ക്രമീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തുള്ളവർ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. നമുക്ക് വലിയൊരു കാര്യത്തെ കർത്താവ് അവിടെ ചെയ്യും. വലിയ പദ്ധതികളെ നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് അവിടെ സാക്ഷ്യമാക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? എന്തോ ഹലോ പറഞ്ഞു. ബ്രദർ. ജൂൺ മാസം ചീത്ത പറഞ്ഞു. അത് കേട്ടില്ലേ സിസ്റ്ററെ? ഇന്നലെ രാത്രി 1:30 മണിക്ക് എന്റെ വാതിലിന്റെ മുമ്പില് തീ ആളി കത്തുന്നു. വേസ്റ്റുകളൊക്കെ കൊണ്ട് കത്തിച്ചിട്ട് ആളി കത്തിനിക്ക് 1:30 മണി ഉണ്ടാവും. ഒരു 3:30 മണി 4:30 മണി വരെ ആളി കത്തും. ഞാൻ അപ്പൊ തന്നെ ഫോട്ടോ, ജനലിന്റെ ഉള്ളിൽ കൂടി ഫോട്ടോ എടുത്തിട്ട് ഓണറിനെ അയച്ചു. ഓണർ രാവിലെ കണ്ടിട്ട് അവരൊന്നും മിണ്ടണമില്ല, പറയണു. അവർക്ക് സാധകമായിട്ടാണ് പറയണത്. വളരെ വിഷമത്തിലാണ്. കുറച്ച് ഒരു തരിമണി ആ ഡോറിൽ പെട്ടെന്ന് കത്തിച്ചേ. ആ പ്രാർത്ഥിച്ചുകൊണ്ടേ അതൊന്ന് ഒഴിവാക്കാൻ ഏതാ വചനം? സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞ ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എന്റെ കൂടത്തിൽ എടുക്കത്തില്ല എന്നുള്ള 91 സങ്കീർത്തനത്തിലെ ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് അത് വലിയ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. വലിയ അത്ഭുതമാക്കി ദൈവം മാറ്റും. പറഞ്ഞു. എന്റെ മോൾ, ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞായിരുന്നു, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന. എന്റെ അമ്മയ്ക്ക് ആ അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാല് എനിക്ക് തലവേദന വരുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് ബ്രദറിന്റെ പ്രേയറിനകത്തൊക്കെ കയറുമ്പം എനിക്ക് അസിഡിറ്റിയുടെ ഭയങ്കര പ്രോബ്ലം. അപ്പോൾ അത് അങ്ങനെ ആ വേദന വരുന്നു. അതുപോലെ തന്നെ എന്റെ മൂക്കും ഉണ്ടായിരുന്നു. എന്റെ മോളിപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം അന്ന് ഒരിക്കലും അവൾക്ക് അവിടെ വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പക്ഷെ ഞാൻ മോളോട് പറഞ്ഞു, മോനെ, എന്റെ സിസ്റ്ററും മോളും കൂടെ കോട്ടയത്ത് പ്രേയറിന് വന്നു. അവൾക്കാണെങ്കിൽ എപ്പോഴും അങ്ങ് തലവേദനയാ. കൊച്ചിന് പഠിക്കാനൊക്കെ ഭയങ്കര അസ്വസ്ഥയാ, തലവേദന. ഇതുകൊണ്ടൊക്കെ പ്രാർത്ഥിച്ച് OET നല്ല സ്കോറോടുകൂടി കുഞ്ഞ് പാസ്സായി. പക്ഷെ അവൾക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് പോകാനൊന്നും പറ്റിയില്ല. എന്നിട്ട് പിന്നെ അവള് പറഞ്ഞു, അമ്മ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാന്ന് പറഞ്ഞ് പോയി പഠിച്ച് ഇപ്പം A1 കഴിഞ്ഞു. ഇപ്പം B1 A2 തുടങ്ങി. എന്നാൽ ഈ കുഞ്ഞ് അവിടെ അന്ന് നല്ലൊരു സമയമായിരുന്നു. അന്ന് അവധി കൊടുത്തവര്. എന്റെ സഹോദരിയും
അമ്മയും ഈ മോളും കൂടെ കോട്ടയത്ത് പ്രയറിന് വന്നു. കുഞ്ഞിന് ഭയങ്കര തലവേദനയായിരുന്നു. ബ്രദറിന്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തലവേദന കുറേ ദിവസമായിട്ട് തലവേദനയുടെ കാര്യം ഒന്നും പറയുന്നേ ഇല്ല. ഇപ്പൊ ഒത്തിരി ആശ്വാസമുണ്ട് കുഞ്ഞിന്. അവൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ബ്രദറെ. ഞാൻ ഒത്തിരി ഭാരത്തോടുകൂടി ആയിരിക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി. ഈ ദിവസങ്ങളിൽ പറഞ്ഞോണം, ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം വരെയും തലമുറകളുടെ പേര് പറഞ്ഞിട്ട് പറയണം. അവരെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. വലിയൊരു സാക്ഷ്യമാക്കി എന്റെ കർത്താവ് തലമുറകളെ മാറ്റുമെന്ന് പറയണം കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിന്? പറഞ്ഞു സിസ്റ്റർ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറ് ആദ്യം വചനം പറഞ്ഞത് അത് എന്റെ ജീവിതത്തിൽ തന്നെ വരച്ചു കാണിച്ചത്. അപ്പൊ ഞാൻ 15 വർഷം ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ച് അമിതമായിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ വീട്ടിൽ എന്നും പ്രശ്നങ്ങളാ. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പിറുപിറുപ്പുകളും ഇത് എന്റെ പ്രാർത്ഥന കേൾക്കില്ല, മറ്റുള്ളവരുടെ കേൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും ഭയങ്കര ടെൻഷനാവുന്നു. എത്ര കൂടുതൽ പ്രാർത്ഥിക്കുന്നു അത്ര കൂടുതൽ വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പ്രാർത്ഥിക്കണേ ഇല്ല എന്ന് മാറ്റി വെച്ചോണ്ടിരിക്കും. വീണ്ടും ആ സമയമാകുമ്പോ ഞാൻ പ്രാർത്ഥിക്കാൻ കയറും. എപ്പോഴും അന്നേരവും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. എന്നാൽ ബ്രദർ പറഞ്ഞ പോലെ വചനത്തിന്റെ അടിസ്ഥാനത്തിലും മീറ്റിങ്ങിൽ കയറിയ പിന്നെ തന്നെ ഇപ്പോഴെനിക്ക് സമാധാനവും സന്തോഷവും, പിന്നെ അത് തന്നെയല്ല ഈ 15 വർഷമായിട്ട് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും മകന്റെ വിഷയങ്ങളെ കുറിച്ചായപ്പോഴും ഇപ്പൊ എനിക്ക് ഒത്തിരി ആശ്വാസവും സമാധാനവും ഉണ്ട്. പയ്യെ ബ്രദർ പറഞ്ഞതുപോലെ അതിന് ഫലം കണ്ടു തുടങ്ങി. പൂർണ്ണ സൗഖ്യം വന്നതിന് ശേഷം ഞാൻ സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രദറിന്റെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥന. തീർച്ചയായും സിസ്റ്റർ, കർത്താവ് എന്റെ മേലെ അത്ഭുതം ചെയ്യും. ദൈവം അത്ഭുത മന്ത്രിയാണ്. സാക്ഷ്യമാക്കി ദൈവം മാറ്റും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, എനിക്ക് പ്രയറിൽ കൂടുമ്പോ എപ്പോഴും ഉറക്കം വരും. എനിക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര തലവേദനയും. ഞാനൊരു വീട്ടില് നായന്മാരുടെ വീട്ടില് ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുക. അപ്പൊ ബ്രദറിന്റെ പ്രയറിൽ എല്ലാത്തിലും കൂടുന്ന എനിക്ക് ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. ഉറങ്ങി പോവുക, കണ്ണ് തൂങ്ങി പോവുക. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ ബ്രദറെ. കർത്താവ്, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വിരോധമായി അലട്ടുന്ന എല്ലാ ശാരീരിക ക്ഷീണത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. സൗഖ്യമാക്കി ഉറവയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാട്ടെ. പ്രാർത്ഥന വിഷയമല്ല. ഹലോ ബ്രദർ. പറഞ്ഞു ഹലോ സാക്ഷ്യം സിസ്റ്റർ. പറഞ്ഞു സിസ്റ്റർ. ബ്രദർ, എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, എനിക്ക് എന്റെ വലതു ഭാഗത്ത് ചെവി കേൾക്കില്ലായിരുന്നു. അത് ഇയർ ഡ്രം ഓട്ടയായിട്ട് അങ്ങനെ ആ ചെവി കേൾക്കാതെ അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് വിമാനത്തിൽ പോകുന്ന സമയത്ത് അത് വീണ്ടും അത് ഹോളായി വന്നു. അത് എന്ന് വെച്ചാൽ 85 മുമ്പേ ഉള്ളതാണ് ബ്രദർ. ആ ചെവി ഇപ്പൊ എനിക്ക് കേട്ടു തുടങ്ങി. ഓ സ്വോത്രം, ഇത് വലിയൊരു അത്ഭുതമാണ്. എന്നാ സിസ്റ്റർ അത് അടഞ്ഞു പോയത്? 85 മുമ്പെയാണ് ബ്രദർ. ഞാൻ ചെറുപ്പകാലത്ത് ഈ കോലിട്ട് കുത്തിയിട്ട് മറ്റേ ഓട്ടയായതായിരുന്നു. അത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ 88 ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ചയായിരുന്നു പോയത്. അപ്പൊ അന്നേരം 100% ഓക്കെ ആയ ചെവി വീണ്ടും അത് ഓട്ടയായതാ 88. പക്ഷെ അത് അന്നേരം മുതൽ അതിന് കഴിവില്ല. പക്ഷെ ഇപ്പൊ പൂർണ്ണമായിട്ടും ഇത് വലിയ അത്ഭുതമാണ്. 88 കാലഘട്ടം, 1988 അല്ലെ, 88 അടഞ്ഞുപോയ ചെവി, കേൾവിശക്തി നഷ്ടപ്പെട്ടു പോയ ചെവി 2025 ഇന്ന് സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. ബൈബിൾ പറഞ്ഞ പോലെ മുടന്തൻ തുള്ളുന്നു, ചെകിടൻ കേൾക്കുന്നു, ഊമൻ സംസാരിക്കുന്നു, മരിച്ചവൻ ഉയർക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തിയാണ്. സിസ്റ്റർ എവിടുന്ന സിസ്റ്റർ വിളിക്കുന്നത്? കേരളത്തിൽ എവിടെയത് ബ്രദർ? ഞാൻ കണ്ണൂർ സുധയാണ്. അപ്പൊ കണ്ണൂര് നമുക്ക് സാക്ഷ്യം പറയണം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ അനേകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരും. അനേകർക്ക് ഇതൊരു അത്ഭുതമായി തീരും. കാര്യം നമ്മുടെ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു. വചനം പറയുന്നത് പോലെ വലിയ അത്ഭുതമാണ് കർത്താവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞാനന്ന് മോളെയും കൊണ്ട് വന്നത് ബ്രദർക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും. അന്ന് മോള് കരഞ്ഞുകൊണ്ട് അവിടെ വന്ന് ബ്രദറോട് സംസാരിച്ചു. ഓക്കെ മനസ്സിലായി. കർത്താവ് പ്രവർത്തിക്കും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ്. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയാനുള്ളവർ ആരെങ്കിലും ഉണ്ടോ?
ഒരു മിനിറ്റ് മ്യൂട്ടായി പോയി. ആരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദറെ, ഞാൻ പറഞ്ഞു. സാക്ഷ്യം ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൈ പൊള്ളിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അത് ഇപ്പൊ ഒരു 80% ഉണങ്ങി വന്നിട്ടുണ്ട് ബ്രദറെ. ഒരു 20% കൂടി ഉള്ളൂ. എന്നും ബ്രദർ പറയും കൈവച്ച് പ്രാർത്ഥിക്കുക, രോഗികൾക്ക് കൊണ്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നല്ല ഒരു കൈ ഫുള്ള് കത്തിയതാണ്. തീ ഗ്യാസ് കത്തിച്ചപ്പോ കത്തിപ്പോയതാണ്. പക്ഷെ ആ കൈ നല്ല രീതിയിൽ ഇങ്ങനെ തൊലി എല്ലാരും വന്നു തുടങ്ങി. ഇപ്പൊ രോമങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബ്രദറെ. അപ്പൊ അത്ര അത്ഭുതം ദൈവം ഈ പ്രാർത്ഥനയിലൂടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി വെന്തുപോയ ഭാഗത്ത് അത് അവിടെ ഒരു ഇപ്പൊ സാധാരണ ചുമപ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇത്തിരി കൂടി മുറിവ് ഉണങ്ങാനുണ്ട് ബ്രദറെ. അതിന് സിസ്റ്ററെ കൈ വെച്ച് പറഞ്ഞോണം, കർത്താവെ പുതിയ ത്വക്ക് വരട്ടെ, പുതിയ കർത്താവ് ഞരമ്പുകളോടെ സൃഷ്ടിക്കപ്പെടട്ടെ, അങ്ങനെ തന്നെ പറഞ്ഞോണം. കർത്താവ് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും കേട്ടോ. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്കിന്നൊക്കെ വന്നു തുടങ്ങി. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അത് അത്ഭുതകരമായി തന്നെ കാണിക്കും, സാക്ഷ്യമാക്കി കർത്താവ് അത് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ബ്രദറെ, എന്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സാക്ഷ്യമാണോ? അതെ, സാക്ഷിയാ. അപ്പൊ അപ്പൊ മോന് വണ്ടിയുടെ മെക്കാനിക്കാ. അപ്പൊ അവന് നിന്നോണ്ട് ജോലി ചെയ്യാൻ വലിയ പാടായിരുന്നു. ഒരു കാലിന്റെ വെള്ളക്കകം മുഴുവനും അവന് കംപ്ലീറ്റ് വേദനയായിട്ട് നിന്ന് ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ വന്ന് എനിക്ക് അന്ന് ഞാൻ പ്രാർത്ഥനയുടെ അത്ര ഇതൊന്നും എനിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് നാട്ടിൽ പോകുമ്പോ ഡോക്ടറെ കണ്ട് പരിശോധിക്കാം, ഇനി വേറെ എന്തെങ്കിലും അസുഖമാണോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഞാനങ്ങനെ പറഞ്ഞ് ഇരുന്നിട്ട് ഞാൻ ഈ പ്രാർത്ഥനയെ കൂടി കഴിഞ്ഞ് ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞ് പറഞ്ഞു, മോനെ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാം, മോന്റെ കാല് ദൈവ സൗഖ്യമാക്കും, കർത്താവിന്റെ അടിപ്പിണരാൽ മോന് സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവന് എന്റെ വന്നു കഴിഞ്ഞാൽ ഈ സെറ്റിയെ കിടക്കും. ചിലപ്പോ എന്റെ തല എന്റെ മടി വെച്ച് കിടക്കും വരുന്ന ആ ക്ഷീണത്തില്. അപ്പൊ ഞാൻ ആ സമയത്ത് കാലയില് ഇങ്ങനെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പൊ 1 മാസമായി സൗഖ്യം കിട്ടിയിട്ട്. ഞാൻ പലപ്പോഴും ഇവനത് പറയുന്നുണ്ടോന്ന് ഞാനിങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ 1 മാസമായി സൗഖ്യം കിട്ടിയിട്ട് എന്നോട് പറയും, അമ്മ പ്രാർത്ഥിച്ച് പിന്നെ എനിക്ക് ഇതുവരെയും കാലിനൊരു കുഴപ്പവും വന്നിട്ട് ഞാൻ അത് ഓർക്കാറേ ഇല്ലെന്ന്. അതൊരു വലിയ സാക്ഷ്യമാണ്. ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. കാരണം വെച്ചാൽ ആദ്യം അമ്മ വിശ്വാസത്തിലേക്ക് വന്നപ്പം വചനം കേട്ട് വരുന്നുള്ളായിരുന്നു. അപ്പൊ എന്ത് ചെയ്ത് ഡോക്ടറെ കാണാൻ നമുക്ക് എന്തെങ്കിലും കുഴപ്പമാണെന്ന് അറിയാം. പക്ഷെ വചനം കേട്ട് പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി, ഞാൻ പ്രാർത്ഥിച്ചാലും യേശു പ്രവർത്തിക്കും, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലായി. മോന്റെ കാലിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്നത് പൂർണ്ണ സൗഖ്യം, നിൽക്കാൻ പോലും പറ്റാത്ത വേദനയാണെന്നാണ് പറഞ്ഞ് നമ്മളിപ്പോ കേട്ടത്. പക്ഷെ കർത്താവ് അത് പൂർണ്ണ സൗഖ്യമായി നേരിട്ട് വന്ന് സാക്ഷ്യം പറയണം കേട്ടോ. കഴിവതും മോനോട് പറയണം, സാക്ഷ്യം പറയണം. രോഗികൾക്ക് അനേകർക്ക് ഇത് ആശ്വാസവും സാക്ഷ്യത്തിനും ഒരു മുഖാന്തരമാകും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഇന്നലെ ബ്രദർ പറഞ്ഞായിരുന്നു ഇതുപോലെ. പിന്നെ ബീനെ എന്ന വ്യക്തിയെ തുടർന്ന് സാമ്പത്തികമായിട്ടും പിന്നെ പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ സാമ്പത്തികമായിട്ട് ഇച്ചിരി മുന്നോട്ട് നിൽക്കുകയായിരുന്നു. അന്നേരം ഇന്ന് ഇതുപോലെ ഒരു അത്ഭുതം നടന്ന് ഇന്ന് ക്യാഷ് അന്നേരം ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വന്ന്, പിന്നെ ഞാൻ കൊല്ലത്ത് മീറ്റിങ്ങിന് വന്ന് 2 പേരെ കൊണ്ടുവന്ന് ഞാൻ തന്നെ ഒരു 3-4 സാക്ഷിയോടെ പറഞ്ഞായിരുന്നു. ബ്രദറിനെ അറിയായിരിക്കും, ഞാൻ ഫ്രണ്ടിലിരുന്ന് ഇരിക്കുമായിരുന്നു. അങ്ങനെ ബ്രദറെ, പിന്നെ ഇന്ന് എന്റെ ബർത്ത്ഡേ കൂടെ ആണ്. ഇന്ന് തന്നെ ഒരു അത്ഭുതവും നടന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ദീർഘായുസോടെ നടത്തുമാറാകട്ടെ. ഇനിയും കർത്താവ് നിറയ്ക്കട്ടെ. അത്ഭുതത്തിന് മുന്നോട്ട് ദീർഘായുസോടെ ഇരുന്ന് ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ കാണും, അത്ഭുതങ്ങളെ കാണും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും കർത്താവ് സാക്ഷ്യങ്ങളെ നിറയ്ക്കട്ടെ, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു സാക്ഷ്യം പറയാനായിരുന്നേ. എന്റെ മോനാണെങ്കിൽ അവന് 7 വയസ്സേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം രാത്രിയില് ചാടി എഴുന്നേറ്റ് അവന് ഭയങ്കര തലവേദനയും ബുദ്ധിമുട്ട്, ചെവിക്ക് വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം കുഞ്ഞു ഉറങ്ങുന്നില്ല. അങ്ങനെ ഞാൻ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവിന്റെ അടിപ്പിണരുകളായ സൗഖ്യം വന്നിരിക്കുന്നു.
അങ്ങനെ കുറെ നേരം കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പം അവന് ഛർദിൽ തുടങ്ങിയപ്പോഴത്തേനും ചായ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഛർദിച്ചു. കഞ്ഞി കൊടുത്തപ്പോഴത്തേന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്തു. പക്ഷെ അത് മൊത്തം ആ പാത്രത്തിൽ തന്നെ ഛർദിച്ചു. അപ്പോഴും ഞാൻ ഈ വാക്യം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കുന്ന്, കഞ്ഞി തരാൻ പറഞ്ഞു. വീണ്ടും ആ കഞ്ഞി കൊടുത്തപ്പോഴത്തേന് അതോടെ ആ കഞ്ഞി കുടിച്ചു. അവന് ആ ഛർദിലും അവന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി. വലിയൊരു അത്ഭുതമായിരുന്നു അന്ന് നടന്നത്. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി. സൗഖ്യം കൊടുത്തതിന് നന്ദി പറയുന്നു. വലിയ സാക്ഷ്യമായിട്ട് സ്വർഗം മാറ്റിയല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും പ്രാർത്ഥിക്കുക അനേകർക്ക് വേണ്ടി. വലിയ പ്രവൃത്തിയെ കർത്താവ് നടക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ബ്രദറെ, കഴിഞ്ഞ ഏതാണ്ട് 1 വർഷത്തോളമായി ഈ കൂട്ടായ്മയിൽ ഞാൻ കൂടിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ ഒരു കുഞ്ഞിന്റെ വിഷയത്തെക്കുറിച്ച് സാക്ഷ്യം പറയുകയുണ്ടായി. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മകൾക്കൊരു പൈതലിനെ ദൈവം നൽകി. അതനുസരിച്ച് ഞങ്ങൾ നാളെ ദുബൈയുടെ ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പാമ്പുകളെയും ശത്രുസാല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം എനിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതായ വചനവും, അതുപോലെ സിംഹത്തെയും മണ്ണിലെയും ചവിട്ടി ബാലസന്ധിയും പെരുമ്പാവിനെയും മെതിച്ചു കളയുമെന്നും, സമാധാന ദൈവം വേഗത്തിൽ സാത്താൻ എന്റെ കാൽക്കടി ചതച്ച് കളഞ്ഞിരിക്കുന്നു എന്നും ഇങ്ങനെയുള്ളതായ വചനങ്ങളൊക്കെ പറയും. അങ്ങനെ എനിക്ക് കർത്താവ് രാത്രി ദർശനം തന്നു. ഞാൻ പിന്നെ ചവിട്ടി മെതിച്ചു കളയുന്നതായിട്ട് കർത്താവ് എന്നെ കാണിച്ചു തന്നു. അതുകൊണ്ട് കർത്താവിന്റെ ഒരു വലിയ കൃപ എനിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള അധികാരമായിരിക്കും തന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ സാക്ഷ്യമായി നിഖിൽവർദ്ധനോട് കാര്യം സംസാരിക്കുന്നത്. അവിടെ കടന്നു ചെല്ലുമ്പോഴും ദൈവത്തിന്റെ മഹത്താവുള്ള ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് അധികാരം നൽകി അവിടുന്ന് ബലപ്പെടുത്തേണ്ടതിനായി കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥനയെ പ്രത്യേക വിശേഷങ്ങൾ ചോദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും കർത്താവിടെ അത്ഭുതങ്ങൾ നിറയ്ക്കും. അഭിഷേകത്തോടെ അനുഗ്രഹത്തോടെ തന്നെ പോവുക. കർത്താവിന്റെ പ്രവർത്തിയുടെ വെളിപ്പെടുത്തും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കാര്യം പറയാനുണ്ട്. എന്റെ പാസ്പോർട്ട് 1 വർഷമായിട്ട് എക്സ്പയറി ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്റെ പാസ്പോർട്ട് എന്റെ കയ്യിൽ കിട്ടി. ഞാനത് കയ്യിലും വെച്ചുകൊണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അത് പ്രാർത്ഥിച്ച യേശുവിന്റെ നാമത്തിൽ അതുകൊണ്ട് പറയട്ടെ, ഞാൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്യും, കർത്താവിന്റെ സാക്ഷിയാകും. കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്നോണം. കർത്താവ് ഇത് വലിയ നന്മകളാൽ ദൈവം നിറച്ചിരിക്കും. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ പറയാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും തുടർമാനമായിട്ട് സാക്ഷ്യം കേൾക്കാം. സാക്ഷ്യം പറയണം. സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതമാണ്. കർത്താവിന്റെ പ്രവൃത്തിയെ കാണാനും അനുഭവിക്കാനും ഇടയാക്കുന്നതാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞു